परमेश्वर का नाम को महिमा मिलने पाए। വീണ്ടും ഈ ഞായറാഴ്ച സന്ധ്യ സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. फिर से इस रविवार का शाम का समय में इकट्ठा होने के लिए परमेश्वर हमको मदद किया है। കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. इधर आए हुए सभी लोगों को परमेश्वर मसीह के नाम में मेरा अभिवादन करता हूँ। നമുക്ക് ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ ഭയത്തോടെ ഭക്തിയോടെ പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവം തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കും. बहुत ध्यान के साथ और भक्ति और भय के साथ हम प्रभु के चरणों में बैठेंगे। प्रभु हमको जरूर मदद करेगा। ഇതൊരു പ്രാർത്ഥനാ സഭയാണല്ലോ, അതുകൊണ്ട് പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ये जो कलीसिया, ये जो झुंड है, प्रार्थना करने वाले लोगों का झुंड है, इसलिए प्रचार से पहले ही मैंने एक प्रार्थना विषय आप लोगों के सामने बांटना चाहता हूँ। രണ്ട് വിഷയങ്ങളാണുള്ളത്. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും അവസാനം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലും ഈ വിഷയം ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കും. दो विषय मैंने बताना चाहता हूँ, वो आप लोगों का व्यक्तिगत प्रार्थना में या आप लोग इधर जुड़ के प्रार्थना करते हैं तभी आप लोग याद रख के प्रार्थना करने का है। കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസിന് വേണ്ടി പ്രാർത്ഥിക്കണം. एक पास्टर के लिए, पादरी के लिए आप लोग प्रभु के दास के लिए प्रार्थना करना। उनका नाम है जोस। എന്റെ മമ്മിയുടെ കസിനാണ്. शहंशाह का मम्मी का कसिन है। അദ്ദേഹം ഇപ്പോൾ 2 കിഡ്നി ഫെയിൽ ആയി ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. 60 വയസ്സുണ്ട്. उनका 2 किडनी फेल हो चुका है। वो 60 उम्र का है। ഒരു മാസമായി ആശുപത്രിയിലാണ്. एक महीने से लेकर हॉस्पिटल में है। അദ്ദേഹം വഴിയാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നത്. ഒരു ആത്മീയ പിതാവിന്റെ ഒരു സ്ഥാനത്തൂടെയാണ് അദ്ദേഹം. उनकी द्वारा हम लोग और सारा का परिवार लोग विश्वास में आए हैं। आत्मिक गुरु का स्थान में उन लोग उनको मानते हैं। ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ അദ്ദേഹത്തിന്റെ മേൽ ദൈവം ചൊരിയുന്നതിന് പ്രാർത്ഥിക്കാം. परमेश्वर का कृपा और करुणा उनका ऊपर परमेश्वर बढ़ाने के लिए और देने के लिए प्रार्थना करेंगे। രണ്ടാമത് എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുകയാണ്. അദ്ദേഹം സിറിയയിൽ മിഷണറിയാണ്. दूसरी बात है, मेरे एक दोस्त के लिए आप लोग प्रार्थना करना। और सीरिया में एक मिशनरी है। സിറിയയെ കുറിച്ചുള്ള ഒരു ആത്മഭാരത്താൽ, സിറിയൻ മുസ്ലിം കൺട്രിയാണ്. സിറിയയെ കുറിച്ചുള്ള ആത്മഭാരത്താൽ കുടുംബമായി അവിടെ മിഷണറി വേല ചെയ്യുകയാണ്. सीरिया के बारे में सोचा तो वो एक मुसलमान लोगों का एक देश है। वहाँ प्रभु का आत्मा, प्रभु के लिए आत्मा को जीतने के लिए वो बार के साथ से सीरिया में वो सेवा में है। ചെറുപ്പമാണ്. 35 വയസ്സിനും ഇടയിലാണ് അദ്ദേഹത്തിന്റെ പ്രായം. वो बहुत जवान एक व्यक्ति है। 30 या 35 ऐसा उम्र का बीच में जी एक व्यक्ति है। 2 കുഞ്ഞുമക്കളുണ്ട്. മൂന്നാമത് പ്രഗ്നന്റ് ആണ് വൈഫ്. 2 छोटी बच्चे लोग हैं। तीसरी बार उनकी बीवी ने प्रेग्नेंट भी है, गर्भवती है। സ്റ്റുഡന്റ് വിസയിലാണ് അവിടെ പോയിരിക്കുന്നത്. പതിയെ പതിയെ അവർക്ക് കഴിയാവുന്നത് പോലെ ആളുകളുമായി പരിചയപ്പെട്ട് സുവിശേഷം അറിയിച്ച് ദൈവവേല അവിടെ ചെയ്യുന്നു. प्रभु का काम सेवा करने के लिए स्टूडेंट वीसा लेकर धीरे धीरे वहाँ का लोगों से बातचीत करने के लिए स्टूडेंट वीसा, विद्यार्थी लोगों को जो वीसा मिलता है वो लेकर वहाँ गया है। നമ്മുടെ നാട്ടിൽ നിന്ന് പോയ 1-2 കുടുംബങ്ങൾ അവിടെ ലബാനോൻ, ജോർദാൻ പോലെയുള്ള നാടുകളിലും നമ്മുടെ നാട്ടിൽ നിന്നും പോയി സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വേണ്ടി വഴികളെ തുറക്കണം. ദൈവത്തിന്റെ നാമം അവിടങ്ങളിൽ മഹത്വപ്പെടണം. और भी हमारे देश से वहाँ लेबानोन, जॉर्डन ऐसा वाले देश में गए हुए बहुत परिवार लोग हैं। हम उन लोगों के लिए प्रार्थना करेंगे परमेश्वर का नाम वहाँ महिमा मिलने पाए। സ്റ്റുഡൻസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളും ഓർമ്മയിൽ ദൈവം ഈ വിഷയങ്ങൾ തരുമ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. टीएमके का छात्र लोग जरूर उन लोगों के लिए प्रार्थना करते हैं, लेकिन बाकी लोग भी उन लोगों के लिए प्रार्थना करते रहना। നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥകൾ നമുക്കറിയാം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിൽ നടക്കുന്ന വലിയ ഉപദ്രവങ്ങൾ, ദൈവജനം അനുഭവിക്കുന്ന വലിയ എതിർപ്പുകൾ, ഇതെല്ലാം നമുക്കറിയാം. അതും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകളിൽ വെക്കണം. हमारा देश और हमारा भारत के बारे में भी हम जानते हैं। वहाँ जो सताव हो रहा है कलीसिया के लिए और मसीह लोगों के बीच में और मसीह लोगों को सता रहा है, वो बात भी याद रखते हुए प्रार्थना करने का है। എല്ലാ കാര്യങ്ങളിലും ദൈവം തന്റെ ഹിതം നിവർത്തിക്കണം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. इन सब चीजों के ऊपर परमेश्वर का इच्छा पूरा करने का है, परमेश्वर का योजना पूरा करना है, उनका नाम को महिमा मिलने का है। നമ്മുടെ വചന ധ്യാനത്തിലേക്ക് വരാം. हम आज की वचन की ध्यान में और वचन में हम जाएंगे। സങ്കീർത്തനവും മെയിൻ മെസ്സേജും നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് ചെയ്യുന്നത്. भजन संहिता और प्रचार हम दोनों साथ मिलकर करने वाला है। സങ്കീർത്തന ധ്യാനം ചില വാചകങ്ങൾ മാത്രം ഞാൻ ഓർക്കും. भजन संहिता का प्रचार में कुछ शब्दों पर और कुछ बात बोल के मैंने खत्म करता हूँ। എന്നിട്ട് നമ്മൾ പ്രധാന സന്ദേശത്തിലേക്ക് വരും. उसके बाद हमारा मुख्य संदेश में हम आएंगे, प्रचार में हम आएंगे। 24-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമായി പറഞ്ഞിരിക്കുന്നു. 24 जो साम से वो दाऊद का साम देकर के भजन संहिता करके बताया गया है। മഹത്വത്തിന്റെ രാജാവായ യഹോവ തന്റെ ജനത്തിന്റെ ഇടയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആശയമാണ് ഈ സങ്കീർത്തനം. ओ प्रतापी राजा जो उनका लोगों का बीच में प्रवेश करने का बातें वहाँ बातें किया है, वो लिख के रखा है।
ദാവീദ് സ്വയം രാജാവായിരിക്കുമ്പോൾ ദാവീദ് പറയുകയാണ് യഹോവയാണ് നമ്മുടെ രാജാവ്. दाऊद खुद एक राजा था उस समय में दाऊद बता रहा है यहोवा हमारा राजा है. അപ്പോൾ യെരൂശലേമിന്റെ കതകുകളോട് ഉയർന്നിരിക്കുവാൻ പറയുകയാണ് ഈ രാജാവ് എഴുന്നള്ളി നിങ്ങളുടെ ഇടയിലേക്ക് പ്രവേശിക്കട്ടെ. यरूशलेम का दरवाजों को द्वारों को वो ऊंचे हो जाओ करके बताया है क्योंकि वो प्रतापी राजा तुम्हारा अंदर प्रवेश करने का है. ഇത് ദൈവം വ്യക്തിപരമായി വരുന്നതല്ല, ഇത് ഈ കൂടാരം ദൈവത്തിന്റെ ആ പെട്ടകം യെരൂശലേമിലേക്ക് എഴുന്നള്ളിക്കുന്ന വേളയിൽ എഴുതിയിട്ടുള്ളതാണ്. ദൈവത്തിന്റെ പെട്ടകം സർവ മഹത്വത്തോടുകൂടി ദാവീദ് യെരൂശലേമിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിലായിരിക്കാം ഈ സങ്കീർത്തനം എഴുതിയിട്ടുള്ളത്. ये भजन संहिता का पृष्ठभूमि शायद ऐसा होगा वो वाचा का संदूक लेकर जब यरूशलेम में गया उस समय में वो ये भजन संहिता को लिखा होगा. അങ്ങനെ ആ ദൈവത്തിന്റെ പെട്ടകം, ദൈവ സാന്നിധ്യം വഹിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം യെരൂശലേം നഗരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ യെരൂശലേം എങ്ങനെ ഒരുങ്ങണമെന്നാണ് 24 സങ്കീർത്തനം. जैसे ही परमेश्वर का जो उपस्थिति जिसपे है वो परमेश्वर का संदूक लेकर जब यरूशलेम में आएगा वो यरूशलेम कैसा तैयारी होकर बैठना है या तैयार होना है उसके बारे में इस भजन हमसे बातें करता है. രാജാവാണ് കൊണ്ടുവരുന്നത്, राजा ने लेके आ रहा है, രാജാക്കന്മാരുടെ രാജാവാണ് എഴുന്നള്ളുന്നത്, राजाओं का राजा वहां आ रहा है. ബാഹികമായ എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ ഉണ്ട്. वहां बाहरी रूप से बहुत तैयारी करके रखा है. എല്ലാവിധമായിട്ടുള്ള വാദ്യ ഉപകരണങ്ങളോടെ നൃത്തം ചെയ്യുന്ന ഗണം, പാട്ട് പാടുന്ന ഗണം എല്ലാം അവിടെ ഉണ്ട്. वहां सारी तैयारी किया है जैसे कि नाचने वाला, गीत गाने वाला, सारी चीजों का तैयारी कर चुका है. എല്ലാ ബാഹ്യമായ തയ്യാറെടുപ്പുകളും ഉണ്ട്, പക്ഷെ അത് പോരാ. बाहर देखा तो सारी रूप से तैयारी हो चुका है लेकिन वो काफी नहीं है. ഹൃദയത്തിന്റെ വിശുദ്ധിയുടെ ഒരുക്കമാണ് ദൈവത്തെ സ്വീകരിക്കുവാനുള്ള യഥാർത്ഥ हृदय पवित्र करने का या विशुद्ध करने का बात है वो है परमेश्वर का स्वीकार करने का बात है करके वहां लिखा है. ദൈവത്തിന്റെ പെട്ടകത്തിന് ഒരു ചരിത്രമുണ്ട്. അശുദ്ധിയുടെയും ബഹുമാനവും ആദരവും ഇല്ലാതെ ആരെല്ലാം ഈ പെട്ടകത്തിൽ കൈവച്ചിട്ടുള്ളോ അവരെല്ലാം മരിച്ചു വീണിട്ടുണ്ട്. वाचा का संदूक का एक इतिहास है जो अशुद्ध होकर या जो पवित्र नहीं है वो उसको चुना है, उसको क्या हुआ वो मर गया, इसके बारे में पढ़ सकता है. അതുകൊണ്ട് പറയുകയാണ് അങ്ങനെ ഒരു സംഭവം, കാരണം അങ്ങനെ ഒരുപാട് പേർ മരിച്ചു വീണപ്പോൾ ദാവീദ് പേടിച്ചിട്ടാണ് ഒരു വേളയിൽ ഈ പെട്ടകം കൊണ്ടുവരാതിരുന്നത്. ऐसा बहुत लोग मर गया है इसलिए शायद डरते हुए दाऊद ने पहले इस वाचा का संदूक को लेकर नहीं आए थे. അതുകൊണ്ട് ഈ രാജാവിനെ, ഈ ദൈവ സാന്നിധ്യം നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം. इसलिए वो राजा को, परमेश्वर को उपस्थिति को हम स्वीकार करने का है, हम खुद को पवित्र बना तैयारी करते हुए, विशुद्ध करते हुए. എന്താണ് ഈ വിശുദ്ധി? ये विशुद्धि या पवित्र बनने का बात क्या है? നമ്മുടെ ഉടുപ്പിലും ഭാവത്തിലുമുള്ള വിശുദ്ധിയല്ല. हमारा कपड़े पर या हमारा स्वभाव भाव में जो आता है वो विश्व पवित्रता के बारे में नहीं है. അത് ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. ये हृदय का पवित्रता के बारे में लिखा है. വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയം, വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്ത വായ്, കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവർ. ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് ദൈവത്തെ സ്വീകരിക്കുവാനുള്ള ഒരുക്കം. जिसकी काम निर्दोष और हृदय शुद्ध है, जिसने अपने मन को व्यर्थ बात की ओर नहीं लगाया और न कपट से शब्दकारी है, ऐसा वाले लोगों के लिए इस बात बताया है. അങ്ങനെയുള്ളവർക്ക് ഭയപ്പെടാതെ അവന്റെ സന്നിധിയിലേക്ക് കയറി വരാം. ऐसा वाले लोगों को बिना डर वो परमेश्वर की उपस्थिति में चढ़ के आ सकता है. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? ഇത് യെരൂശലേം മലയാണ് കുറിക്കുന്നത്. इधर ऐसा लिखा है परमेश्वर का वो पवित्र पहाड़ पर कौन चढ़ेगा और यरूशलेम पहाड़ के बारे में लिख के रखा है. ആത്മീകമായി ഇതിനെ വ്യാഖ്യാനിച്ചാൽ ഇത് നമ്മുടെ സ്വഭാവമാണ്. സ്വഭാവ ശുദ്ധീകരണം എന്നുള്ള ആ മല കടന്നു വേണം കർത്താവിന്റെ സന്നിധിയിലെ ആനന്ദം നമ്മൾ കണ്ടെത്തുവാൻ. आत्मिक रूप से हम पढ़ के देखा तो हमारा स्वभाव के बारे में लिखा है और स्वभाव में शुद्ध होकर वो पहाड़ का और पार जाकर हम परमेश्वर से मिलने का है. പക്ഷേ ഇത് യെരൂശലേമിലും ദാവീദിന്റെ കഥയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സങ്കീർത്തനമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. लेकिन ये सिर्फ दाऊद का जीवन में या यरूशलेम में ही एक कहानी नहीं है. പഴയ നിയമം മുഴുവനായിട്ട് എടുത്തു നോക്കുമ്പോൾ പല ഘട്ടത്തിൽ ദൈവത്തിന്റെ മഹത്വം ദേവാലയം വിട്ടുപോകുന്നതായിട്ട് നമ്മൾ കണ്ടു. मैं ऐसा बताना चाहता या ऐसा बोलना चाहता था कि पुराना नियम पढ़ के देखा तो वो जगहों पर परमेश्वर का प्रताप वो मंदिर को छोड़कर गया करके हम वो जगह पर पढ़ सकता है. മരുഭൂമിയിൽ ഇസ്രായേൽ പാപം ചെയ്തപ്പോൾ ദൈവം പറയുകയാണ്, എന്റെ സമാഗമന കൂടാരം ഇവരുടെ ഇടയിൽ നിന്ന് മാറ്റി പാളയത്തിന് പുറത്തു കൊണ്ടുപോയി അടിക്കാൻ പറയും. इस्राएल लोग रेगिस्तान में सफर करने के समय परमेश्वर ने ऐसा बताया, मेरा निवास स्थान इन लोगों से दूर जाकर या इस्राएल के बाहर
बार जाकर उनको उसको साबित करने का है। പുറപ്പാട് 32, 33, 34 അധ്യായങ്ങളാണ് ഇത് കാണുന്നത്. Exodus 33, 34 ऐसा अध्याय पढ़ के देखा तो आप लोगों को समझ आएगा। ദൈവജനത്തിന്റെ ഇടയിൽ നിന്ന് ദൈവമഹത്വം മാറിപ്പോകുന്നത് കാണുകയാണ്. परमेश्वर का लोगों का बीच में से परमेश्वर का महिमा या प्रताप दूर जाते हुए हम देख सकता है। 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ശീലോവിൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ കൂടാരത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം മാറിപ്പോകുന്നത് കാണുകയാണ്. पहला शमूएल का किताब में आने के समय शिलो में जो परमेश्वर का उपस्थिति था वो परमेश्वर का जो निवास स्थान से वो दूर हो गया करके हम पढ़ सकता है। അന്നത്തെ പുരോഹിത വർഗത്തിന്റെ പാപം കാരണം ദൈവത്തിന്റെ തേജസ് ദൈവാലയം വിട്ടുപോയി എന്ന് അവർ ഒരു യുദ്ധത്തിൽ തോറ്റപ്പോഴാണ് മനസ്സിലാക്കിയത്. उन दिनों का पुरोहित लोगों का पाप की वजह से परमेश्वर का प्रताप उन लोगों को छोड़कर चले गया करके हम पढ़ सकता है। അങ്ങനെ ആ സമയത്ത് ഒരു പുരോഹിതന് മകൻ ജനിക്കുകയാണ്. ആ മകനെ ഈഖാബോദ് എന്നാണ് പേരിട്ടത്. മഹത്വം ഇസ്രായേലിനെ വിട്ടുപോയി. वो समय में एक पुरोहित को एक बेटा जन्म हुआ, इखाबाद करके उनका नाम है, मतलब ये है परमेश्वर का उपस्थिति वो देश को छोड़ के चले गया। പിന്നെ ശലോമോന്റെ ദേവാലയം പണിയപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. उसके बाद सुलेमान ने परमेश्वर के मंदिर को बनाया करके हम അതിന്റെ देखते സമർപ്പണ हैं। സമയത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നു. वो समर्पण करने का समय में परमेश्वर का प्रताप वहां आया करके हम पढ़ सकता है। എസെക്കിയേലിന്റെ പുസ്തകത്തിൽ ദൈവജനത്തിന്റെ പാപത്തിന്റെ കാഠിന്യം കൊണ്ട് ദൈവമഹത്വം വിട്ടുപോകുന്ന ദർശനം എസെക്കിയേൽ കാണുന്നു. एसेकिएल नबी का किताब में एसेकिएल नबी ऐसा दर्शन देखा है, लोगों का पाप की वजह से, परमेश्वर का लोगों के पाप की वजह से परमेश्वर का महिमा उपस्थिति देश को छोड़ के जाते हुए उन्होंने सपना देखा है। അങ്ങനെ അടിമത്തത്തിലേക്ക് പോയ ജനത്തിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, ദൈവമേ ഞങ്ങളുടെ ഇടയിലേക്ക് മടങ്ങി വരണമേ. ऐसा गुलाम बनकर गए हुए लोगों का एक प्रार्थना था, परमेश्वर हमारा बीच में आप वापस लौट के आने का है। എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങളെ വിട്ടുപോയ ആ ദൈവത്തിന്റെ മഹത്വം, ദൈവം ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ ഇടയിൽ ഇറങ്ങി വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. कई एक दिन पर परमेश्वर जो उपस्थिति हमको छोड़ के चले गया, वो उपस्थिति हमारे जीवन में वापस आएगा करके हम इंतजार करते हैं करके बोला है। പിന്നീട് പഴയ നിയമത്തിൽ അങ്ങനെ ദൈവാലയത്തിൽ മഹത്വം ഇറങ്ങുന്നത് നമ്മൾ കാണുന്നില്ല. उसके बाद पुराने नियम में परमेश्वर के मंदिर में परमेश्वर का महिमा या उपस्थिति आया करके हम और नहीं पढ़ते हैं। യെഹെസ്കേലിൽ വിട്ടുപോയ മഹത്വവും ദൈവ ചൈതന്യവും പിന്നെ ഒരു തേജസ്സോട് കൂടെ മടങ്ങി വരും നമ്മൾ കാണുന്നില്ല. एहेजकेल नबी का किताब में जो परमेश्वर का उपस्थिति जो छोड़ के चले गया वो वापस आए करके कहां पे भी हम नहीं पढ़ सकता है। സെരുബ്ബാബേൽ ദേവാലയം പണിതു, ഹെരോദാവ് ദേവാലയം പണിതു, പക്ഷേ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, ദൈവ തേജസ് വരുന്നില്ല. उसके बाद जेरुब्बाबेल हेरोदा परमेश्वर का मंदिर को बनाया, लेकिन सारी बातें चल रहा है लेकिन परमेश्वर का उपस्थिति आया करके हम नहीं देखते हैं। ഏറെ കാലങ്ങളായി തന്റെ ദൈവത്തിന്റെ മഹത്വം കാണാതെ അടഞ്ഞു കിടക്കുന്ന കഥകളാണ് യെരുശലേമിലുള്ളത്. बहुत दिनों से लेकर परमेश्वर का महिमा को ना देखते हुए वो बंद पड़ा है यरूशलेम का इसका दरवाजा या द्वार। അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് കയറി വരുന്നത്. ऐसा वाला एक समय में यीशु मसीह एक डोंगी के ऊपर बैठते हुए वहां मंदिर में आए हैं। പഴയ നിയമത്തിൽ തേജസ്സേറിയ ഒരു ദൈവമഹത്വം വരുന്നത് പ്രതീക്ഷിച്ച ദൈവജനത്തിന്റെ ഇടയിലേക്ക് ദൈവം മനുഷ്യനായി അവരുടെ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. पुराने नियम में परमेश्वर का उपस्थिति के लिए इंतजार में बैठने वाला ऐसा वाला एक संदर्भ में इधर नए नियम में परमेश्वर इंसान होकर उन लोगों के बीच में आए हुए एक गधे पर ऊपर आया करके हम पढ़ते हैं। ലോകം मुഴുവനുള്ള ക്രിസ്തീയ സമൂഹങ്ങൾ ഇന്ന് ഹോശാന ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കുകയാണ്. दुनिया का सारी मसीह झुंड आज पाम संडे या खजूर रविवार होगा, उसका हिंदी ओ मनाने का एक दिन है। ആ മുഴുവൻ സൃഷ്ടിയുടെയും കർത്താവ് നമ്മുടെ രാജാവായ യേശുക്രിസ്തു, യഹൂദന്മാരുടെയും രാജാവായ കർത്താവ് ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആദ്യം യേശു യെരുശലേമിലേക്ക് വന്നതിന് ശേഷം ദേവാലയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. और सारी सृष्टि का सृष्टिकर्ता और यहूदी लोग का राजा या हमारा भी राजा और यरूशलेम का मंदिर के अंदर प्रवेश करते हैं। പക്ഷേ യഹൂദന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ ദൈവം തന്നെയാണ് തങ്ങളുടെ ആലയത്തിലേക്ക് വന്നിരിക്കുന്നത്. लेकिन यहूदी लोग ये नहीं समझ पाया, हमारा परमेश्वर ही हमारा मंदिर में आया करके वो लोग नहीं समझ पाया। അവർ ഉദ്ദേശിച്ചതുപോലെയല്ല ഈ വരവ്. लेकिन क्योंकि वो लोग जैसा समझ के रखा था वैसा नहीं था उनका आगमन। അവരിൽ ഒരാളായി തീർന്നുകൊണ്ടായിരുന്നു ദൈവത്തിന്റെ उन വരവ്. लोगों के बीच में एक व्यक्ति होकर वो परमेश्वर आया करके हम पढ़ते हैं। പക്ഷെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഒരു വ്യത്യാസം പറഞ്ഞുകൊണ്ട് പ്രധാന പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. लेकिन पुराने नियम का नया नियम का एक विशेषता एक फर्क के बारे में बातें करते हुए मैंने मुख्य प्रचार में प्रवेश करना चाहता हूं। മോശയുടെ സമാഗമന കൂടാരം പണി
തീർന്ന ശേഷം 40-ാം അധ്യായത്തിൽ അതിന്റെ സമർപ്പണ സമയത്ത് ദൈവത്തിന്റെ തേജസ് ആ കൂടാരത്തിൽ ഇറങ്ങുകയും പുരോഹിതന്മാർക്ക് ശുശ്രൂഷയ്ക്കായി അകത്ത് പോലും കടക്കാൻ കഴിഞ്ഞില്ല. मूसा ने जब परमेश्वर का निवास स्थान तैयारी किया, उसके बाद ये कि उनका 6 लोगों को भी उनका अंदर जाना नहीं हो पाया. ശലോമോൻ ദേവാലയം പണിത ശേഷം ഒരു സമർപ്പണ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ ഇറങ്ങുകയും പുരോഹിതന്മാർക്ക് അകത്ത് കടക്കുവാൻ പറ്റാത്തതുപോലെ ദൈവ തേജസ് കൊണ്ട് ആലയം. सुलेमान का इतिहास के समय में भी मंदिर बनाया, समर्पण किया, प्रार्थना करने का समय परमेश्वर का उपस्थिति वहां आ गया था. वो आने की वजह से पुरोहित लोगों को भी वहां रुकना या खड़ा होना, अंदर प्रवेश करना नहीं हो पाया. ആ മഹത്വത്തിന്റെ രാജാവ് മനുഷ്യനായിക്കൊണ്ട് യേശുക്രിസ്തു എന്ന മനുഷ്യനായിക്കൊണ്ട് ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേവാലയത്തിനകത്തെ ദുഷ്ടത കൊണ്ട് അതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. बात ये है वो प्रताप की राजा एक इंसान होकर मंदिर के अंदर प्रवेश करने के समय वो मंदिर के अंदर जो दुष्टता जो बुरे बात है उसकी वजह से अंदर प्रवेश करना नहीं हो पाया. ഇവരുടെ ആദ്യ അനുഭവങ്ങളിൽ ദൈവ തേജസ് കൊണ്ട് മനുഷ്യനകത്ത് കയറാൻ പറ്റാതെയായി. उनका पहला अनुभव में परमेश्वर का उपस्थिति की वजह से इंसान को प्रवेश करना नहीं हो पाया. പക്ഷേ യേശു വന്ന സമയത്ത് അവരുടെ പാപങ്ങൾ കാരണം യേശുവിനകത്ത് പ്രവേശിക്കാൻ കഴിയില്ല. लेकिन यीशु मसीह का आगमन आने का समय लोगों का पाप की वजह से यीशु मसीह का अंदर प्रवेश करना मुश्किल था. നമുക്ക് നമ്മുടെ ശ്രദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരാം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. हम हमारा ध्यान को मरकुस रे सुसमाचार मार्क चैप्टर 11 में लेके आएंगे. 11 अध्याय അതിന്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. वर्ष 12 से लेकर 18 तक हम पढ़ेंगे. किसी ने हिंदी में खड़े होकर क्लास नंबर 2 से जल्दी से पढ़िए. मार्क चैप्टर 11 वर्ष 12 to 18. പിറ്റേന്നാൾ അവർ ബെഥാനിയ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിഫലത്തിന്റെ ഫലമല്ലായിരുന്നു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അവർ യെരൂശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കണ്ടു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറച്ചിട്ട് കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എന്റെ ആലയം സകല ജാതികൾക്ക് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. പുരുഷാരമെല്ലാം അവന്റെ ഉപദേശത്തിൽ അതിശയിക്കാൻ അവർ അവനെ ഭയപ്പെട്ടിരുന്നു. दूसरे दिन जब वे बेथानिया से निकले तो उसको भूख लगी. वहाँ दूर से अंजीर का एक हरा पेड़ देखकर निकट गया कि क्या जाने उसमें कुछ पाए, पर पत्तों को छोड़ और कुछ न पाया, क्योंकि फल का समय न था. इस पर उसने उससे कहा, अब से कोई तेरा फल कभी ना पाएगा, क्योंकि फल का समय नहीं था. इस पर उसने उससे कहा, अब से कोई तेरा फल कभी न खाए. और उसके चेले सुन रहे थे. फिर वे यरूशलेम में आए और मंदिर में गया और वहां से लेन देन कर रहे थे. उन्हें बाहर निकालने लगा और सड़कों के पीड़े और कबूतर बेचने वालों को चौकियां पलट दी और मंदिरों में से किसी को बरकत लेकर आने जाने ना दिया. और उपदेश करके उनसे कहा, क्या यह नहीं लिखा कि मेरा घर सब जातियों के लिए प्रार्थना का घर कहलाएगा? पर तुमने इस डाकू की खो बना दी है. यहाँ सुनकर प्रधान याजक और शास्त्री उसके नाश करने का अवसर ढूंढने लगे. और क्योंकि वे उससे डरते थे इसलिए कि सब लोग उससे उपदेश से चकित होते थे. सांझ होते ही वे नगर से बाहर चले गए. 11-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ യേശുവിന്റെ യെരൂശലേമിലേക്കുള്ള വിജയപ്രവേശനവും ജനം യേശുവിനെ ഓശന്ന പാടുന്നത് നമ്മൾ കാണുകയാണ്. 11वां अध्याय के शुरुआत से लेकर भी हम देख सकते हैं यीशु मसीह यरूशलेम में या विजय प्रवेश किया या वहां एक त्योहार की माहौल हम देख सकता है. യേശു യെരൂശലേമിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആദ്യം ചെയ്യുന്നത് മന്ദിരത്തിലേക്ക് ദേവാലയത്തിലേക്ക് പോവുകയാണ്. यीशु मसीह यरूशलेम में प्रवेश करने के बाद पहली बात ये किया, यरूशलेम मंदिर के अंदर चले गया. 4 സുവിശേഷകന്മാരും ഒരുപോലെ ഈ വിഷയം എഴുതുന്നുണ്ട്. 4 सुसमाचारक एक ही समान इस बातों को लिख के रखा है. മത്തായി 21-ൽ ഈ കാര്യം എഴുതുമ്പോൾ യേശു യെരൂശലേമിൽ പ്രവേശിച്ച ഉടനെ ദേവാലയത്തിലേക്ക് പോവുകയാണ്. मत्ती ने
जब इस बातों को लिखने का समय यीशु मसीह यरूशलेम में प्रवेश करने का तुरंत मंदिर में चले गया करके लिखा है। മർക്കോസ് എഴുതുമ്പോൾ യെരുശലേമിൽ വന്ന ശേഷം സന്ധ്യയായി, അതുകൊണ്ട് തിരിച്ച് ബഥാനിയിൽ പോയി പാർത്തു. അടുത്ത ദിവസം यरूशलेम വരുന്നു. जब मरकुस ने इस बातों में लिखने का समय, यीशु मसीह आने का समय शाम हो चुका था, वो बेथानिया में जाकर निवास कर उसके बाद यरूशलेम में मंदिर में प्रवेश किया करके लिखा है। ലൂക്കോസ് 19 ഇതേ വിഷയം എഴുതുമ്പോൾ യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ്. लूका ने जब इस बातों को लिखने के समय यीशु मसीह ने यरूशलेम में प्रवेश किया रोते हुए करके लिखा है। എന്നിട്ട് മന്ദിരത്തിലേക്ക് ചെല്ലുന്നു, അവിടെ ശുദ്ധീകരണം ചെയ്യുന്നു. उसके बाद मंदिर की ओर चले गया, वहां शुद्धिकरण किया है। യോഹന്നാൻ തികച്ചും വ്യത്യസ്തമായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലാണ് ഈ വിഷയം. यूहन्ना ने बहुत अलग होकर यीशु मसीह का सेवकाई का शुरुआती बात पर इन बातों को लिखा है। 4 സുവിശേഷത്തിലും ഒരുപോലെ ഈ സംഭവം വരുന്നു. പല സന്ദേശത്തോടെ ഈ സംഭവം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. 4 सुसमाचार में एक ही समान इस बात आते हैं, लेकिन अलग-अलग संदेश देते हुए इस बात हमारा बीच में आते हैं। 4 സുവിശേഷ എഴുത്തുകാർ 4 വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രവും സന്ദേശവുമാണ് ഇതിനെക്കുറിച്ച് നൽകുന്നത്. 4 अलग-अलग सुसमाचारक अलग-अलग रूप देते हुए एक इस बातों को लिख के रखा है। മർക്കോസിന്റെ സന്ദേശം മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. उसके वहां से सिर्फ मरकुस से सुसमाचार की बात ही हम देखने वाला है। മർക്കോസ് ഈ സംഭവത്തെ എഴുതിയിരിക്കുന്നത് ഒരു പ്രത്യേക വിധത്തിലാണ്. मरकुस इस बातों को एक अलग रूप से इस बातों को लिख के रखा है। മർക്കോസിന്റെ യേശു ഞായറാഴ്ച യെരുശലേമിൽ എത്തുന്നു. मरकुस लिखने का समय यीशु मसीह रविवार को यरूशलेम में पहुंच गया। ആ രാജകീയ പ്രവേശനം കഴിഞ്ഞു വരുമ്പോഴേക്കും സന്ധ്യയായി. और राजकीय प्रवेश होने के बाद शाम हो चुका है। സന്ധ്യ ആയതുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി യേശു യെരുശലേം നഗരത്തിൽ നിന്ന് വേറെ ഒരു സ്ഥലത്ത് പോയി വിശ്രമിക്കുന്നു. संध्या हो गई, शाम हो गया, यीशु मसीह वहां का बातों को देख परख कर वहां से भी आराम करने के लिए यरूशलेम से बेथानिया में चले गया। അടുത്ത ദിവസം ചില കണക്കുകൂട്ടലുകളോടെ വ്യക്തമായ പദ്ധതികളോടെ യേശു വീണ്ടും ദേവാലയത്തിൽ अगला दिन कुछ बात योजना करते हुए, कुछ बातों को पहले सोच के रखते हुए यरूशलेम में प्रवेश करते हैं। പക്ഷേ അടുത്ത ദിവസം ദേവാലയത്തിലേക്ക് വരുന്ന വഴിക്ക് അത്തിയെ ശപിച്ച ആ കഥ അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. अगला दिन जब यरूशलेम की मंदिर की ओर जाने का समय वहां एक अंजीर का पेड़ को श्राप दिया, ये बात इसका बीच में लिख के रखा है। മത്തായി ഈ കാര്യം എഴുതുന്നുണ്ട്. പക്ഷേ ദേവാലയം ശുദ്ധീകരിച്ചതിന് ശേഷമാണ് അത്തിയെ ശപിക്കുന്നത്. मत्ती भी इस बातों को लिख के रखा है, लेकिन मंदिर को शुद्ध करने के बाद इस मंदिर को अंजीर के पेड़ की बातों को लिख के रखा പക്ഷേ है। മർക്കോസ് ഇത് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതിലൊരു പ്രത്യേക സന്ദേശവും ഉണ്ട്. मरकुस जब इस बातों को बता रहा है, कुछ अलग होकर एक अलग विशेषता के साथ इस बातों एक संदेश को देता है। ദൈവാലയത്തിലേക്ക് വരുന്ന വഴി യേശുവിന് വിശക്കുന്നു, അത്തി അന്വേഷിക്കുന്നു, അതിൽ അത്തിപ്പഴം കാണുന്നില്ല, അതിനെ ശപിക്കുന്നു. मरकुस ने ऐसे लिखा है, मंदिर की ओर आने के समय यीशु मसीह को भूख लगा, वो खाने के लिए पेड़ की ओर मुड़ा, वहां कुछ फल नहीं था, ऐसा लिख के रखा है। അങ്ങനെ അത് കഴിഞ്ഞ് ദേവാലയത്തിൽ വരുന്നു. ദേവാലയത്തിലെ കാര്യങ്ങൾ കണ്ട് യേശു അവിടെ വളരെ കോപത്തോടെ അവിടെ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അത് ശുദ്ധീകരണം എന്നാണ് അതിന് പറയുന്നത്. उसके बाद वो मंदिर के पास यीशु मसीह आ गया, वहां कुछ बातों में देखकर क्रोधित होते हुए यीशु मसीह वहां रुका करके लिखा है। അങ്ങനെ അന്നത്തെ ആ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം അവർ യെരുശലേമിലേക്ക് വരുന്ന വഴി ശിഷ്യന്മാർ ശ്രദ്ധിക്കുകയാണ്, യേശു ഇന്നലെ ശപിച്ച അത്തി ഉണങ്ങിയിരിക്കുന്നു. ये होने के बाद अगला दिन ये चेले लोग यीशु मसीह यरूशलेम की ओर आने के समय चेले लोग वो अंजीर का पेड़ को देखकर समझ लिया, कल जो उन्होंने जो श्राप दिया था वो पेड़ पूरा सूख चुका है। എന്നുവെച്ചാൽ അത്തിയെ ശപിക്കുന്നതിനും അത്തി ഉണങ്ങിയതായി കാണുന്നതിനും ഇടയ്ക്ക് കൊണ്ടുപോയി ദേവാലയത്തിൽ ദൈവം ചെയ്ത യേശുക്രിസ്തു ചെയ്ത ആ ശുദ്ധീകരണം കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. मतलब अंजीर का पेड़ को श्राप देने का दिन और वो पूरा सूख जाने का दिन का बीच में यीशु मसीह मंदिर को साफ किया और मंदिर को शुद्ध किया करके मरकुस ने लिख के रखा है। വേറെ ഒരു എഴുത്തുകാരും ഇങ്ങനെ ചെയ്യുന്നില്ല. और कोई लेखक भी ऐसा नहीं लिखा है। ഈ ദേവാലയത്തിലെ സംഭവത്തിന് ശേഷമാണ് അത്തിയെ ശപിക്കുന്നതും അപ്പോൾ തന്നെ ഉണങ്ങിയതായി കാണുന്നു. मत्ती से सुसमाचार में यरूशलेम मंदिर को शुद्ध करने के बाद अंजीर का पेड़ को श्राप दिया और सूख गया करके लिखा है। ലൂക്കോസും യോഹന്നാനും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. लूका और यूहन्ना इस पेड़ के बारे में बताता भी नहीं है। എന്താണ് മർക്കോസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? क्यों मरकुस हमसे या लोगों से बात क्या करना चाहते थे? ആദ്യം യേശു ദേവാലയത്തിൽ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അത്തിയിലേക്ക് വരാം. सबसे पहले हम यीशु मसीह मंदिर के अंदर क्या किया करके
करके समझकर अंजीर का पेड़ की ओर जाएंगे। അവിടെ 15-ാം വാക്യത്തിൽ അവർ യെരുശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു. वर्ष 15 में लिखा है, फिर 15 वचन में लिखा है, फिर वे यरूशलेम में आए वो और वह मंदिर में गया। യേശു കഴുതപ്പുറത്ത് ദേവാലയത്തിൽ കടന്നതിലൂടെ ദൈവം അയച്ചിരിക്കുന്ന മശഹയാണ് താനെന്ന് വിളിച്ചു പറയുകയായിരുന്നു. यीशु मसीह यरूशलेम में प्रवेश किया था गधे का ऊपर, ये प्रभु ने भेजा हुआ मसीहा में हूं करके बोल समझाते हुए आ रहा था। ദൈവം അയക്കുന്ന മശിഹ തങ്ങളുടെ രക്ഷകൻ വരുമ്പോൾ മശിഹ എന്തെല്ലാം ചെയ്യാൻ പോകുന്നു എന്ന് വ്യക്തമായിട്ടൊരു പ്രതീക്ഷയും ധാരണയും യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. प्रभु ने भेजा हुआ मसीहा उन लोगों के बीच में आने के समय वो मसीहा क्या करेगा, इस सारी बातों का समझ यहूदी लोगों के बीच में बहुत अच्छा से था। മശിഹ വരുമ്പോൾ ഒന്നാമതായി അവർ വിശ്വസിച്ചിരുന്നത് അവരെ ഇപ്പോൾ അടിമകളാക്കി വെച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തെ തകർക്കും. मसीह आने के बाद उन लोगों को जो गुलाम बन के रखा था रोम सम्राट को तोड़ेगा करके वो लोग समझ के रखा था। രാഷ്ട്രീയമായും സാമാജികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം അവർക്ക് മശിഹ നേടിത്തരും. राजनीतिक रूप से या अलग रूप से एक आजादी इस मसीहा हमको देगा करके वो लोग सोच के रखा था। ദാവീദിന്റെ കാലത്തുണ്ടായതുപോലെ ശലോമോന്റെ കാലത്തുണ്ടായതുപോലെയുള്ള ഒരു സുവർണ്ണ കാലഘട്ടം ഇസ്രായേലിന് മശിഹ കൊണ്ടുവരുമെന്ന്, അക്ഷരീകമായ ഒരു ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെടും, ആ രാജ്യം മറ്റു ജാതികൾക്ക് മുകളിൽ ഇരുന്ന് മുടി ലോകത്തെയും വാഴും, ഇതായിരുന്നു അവരുടെ സ്വപ്നം. दाऊद राजा का युग या सुलेमान राजा का युग के समान एक इस्राएल राज को इस मसीहा बनाएगा, सारी राज को इस इस्राएल देश ने और राज करेगा करके एक सोच उन लोगों के मन में था। അതുകൊണ്ടാണ് യേശു കഴുതപ്പുറത്ത് വരുന്നത് കണ്ട് ശലോമോൻ കഴുതപ്പുറത്ത് വന്നത് ആലോചിച്ച് ജനം പറയുകയാണ്, ഇപ്പോൾ രക്ഷിക്കുക ദാവീദ് പുത്ര, ഇപ്പോൾ രക്ഷിക്കുക ഹോശന്ന. इसलिए जब यीशु मसीह गधे का ऊपर बैठ के आने के समय जैसे सुलेमान गधे के ऊपर बैठ के आया था, वो समझकर लोग पुकारने लगा, अभी हमको बचाना होसन्ना, अभी हमको बचाना यीशु। അവർ കരഞ്ഞുകൊണ്ടിരുന്ന രക്ഷയ്ക്കായിട്ടുള്ള കരച്ചില്ല, ഒരു ഭൗതികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്കുമായിട്ടുള്ള ഹോശന്നയായിരുന്നു. वो लोग होसन्ना या हमको बचाना करके पुकार रहा था, बाहरी रूप से वो लोग बचाने के लिए रोते हुए हम देख सकता है। അവരുടെ സ്വപ്നങ്ങൾക്ക് എതിരായി വന്ന മശിഹ മത്തായി എഴുതിയതുപോലെ അവൻ തന്റെ ജനങ്ങളെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് ഇപ്പോൾ उन വന്നിരിക്കുന്നത്. लोगों का सपना या सोच विचार का विरोध आए हुए मसीहा ने उनके लोगों को जैसे मत्ती ने लिख के रखा है, उनके लोगों को पापों से बचाने के लिए आए थे। തന്റെ ജനത്തെ ശുദ്ധീകരിക്കുവാനും വരുവാനുള്ള ദൈവരാജ്യത്തിന് അവരെ ഒരുക്കുവാനുമാണ് മശിഹയുടെ ഇപ്പോഴത്തെ വരവ്. उनका लोगों को शुद्ध करने के लिए आगे वाला परमेश्वर के राज्य में उन लोगों को जाने के लिए तैयार या पवित्र करने के लिए इस मसीहा का आगमन का उद्देश्य है। അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ അവിടെ തന്നെ തകരുകയാണ്. उन लोगों का सपना वहां ही टूट गया है। രണ്ടാമത് മശിഹയെ കുറിച്ചുള്ള ഒരു വിശ്വാസം ഇതായിരുന്നു, മശിഹ വരുമ്പോൾ ദൈവാലയം ശുദ്ധീകരിക്കും. मसीहा के बारे में दूसरा सोच ये था, जब मसीह आएगा परमेश्वर का मंदिर को शुद्ध करेगा। യെരുശലേമിലുള്ള ആരാധന ക്രമീകരിക്കും, യഥാസ്ഥാനപ്പെടുത്തും, അവിടെയുള്ള എല്ലാ അനീതികളും നീക്കും. यरूशलेम का आराधना को फिर भी सही रूप से बनाएगा, वहां का अशुद्ध चीजों को बुरे चीजों को निकालेगा। അതുകൊണ്ടാണ് ശമര്യ സ്ത്രീ യേശുവിനോട് 4-ാം അധ്യായത്തിൽ വരുമ്പോൾ മശിഹ വരുമ്പോൾ എല്ലാം മനസ്സിലാക്കി തരും. ഈ മലയിലാണോ ആ മലയിലാണോ, എവിടെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എല്ലാം മശിഹ വരുമ്പോൾ വ്യക്തമാക്കും. इसलिए शमर्य स्त्री ने अध्याय 4 में लिखा है, जब मसीह आएगा वो सब बातों को समझ के देगा, हम कहां आराधना करना है, इस पहाड़ या उस पहाड़, वो अच्छा से समझा के देगा करके वो ये शमर्य स्त्री ने बताया है। അപ്പോൾ അവരുടെ പ്രതീക്ഷകൾ പ്രകാരം ഇതാ രാജാവ് കഴുതപ്പുറത്ത് എഴുന്നള്ളി. उन लोगों का सपना का समान, उन लोगों का आशा के अनुसार वो मसीहा ने गधे का ऊपर बैठ के आए थे। പക്ഷേ അവർ പ്രതീക്ഷിച്ച ഒരു രക്ഷയല്ല അവർക്ക് ലഭിച്ചത്. उन लोग जो सोच में या जो रक्षा के बारे में सोच के रखा था, वो रक्षा वो लोग नहीं पाया അവർ है। പ്രതീക്ഷിച്ചതുപോലെ അവൻ ദേവാലയത്തിൽ കാൽ ചവിട്ടി. जैसा वो लोग सोचा था वैसा ही वो मंदिर के अंदर उनका पैर रखा था, പക്ഷേ അവർ ഉദ്ദേശിച്ചതുപോലുള്ള ഒരു കാര്യമല്ല അവിടെ നടന്നത്. उन्होंने कदम रखा था मंदिर के अंदर, लेकिन वो लोग जो सोचा वो बातें वहां पूरा नहीं हुआ। ശ്രദ്ധിച്ച് കേൾക്കണം, എന്താണ് യെരുശലേം ദേവാലയത്തിൽ आप സംഭവിച്ചത്? लोग ध्यान से सुनने का है, ये यरूशलेम मंदिर के अंदर क्या हुआ था। 15 പറഞ്ഞിരിക്കുകയാണ്, ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. और 15 वचन में लिखा है, और वहां जो लेन देन कर रहे थे उन्हें बाहर निकालने लगा। പൊൻവാണികക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. और सर्पों का भीड़ और कबूतर बेचने वालों की चौकियों उलट दी। ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. और मंदिर में से किसी को बर्तन
लेकर आने जाने ना दिया। അവിടുത്തെ കച്ചവടം തടസ്സപ്പെടുത്തുന്നു. അവിടുത്തെ മുഴുവൻ ക്രയവിക്രയങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ ട്രാൻസാക്ഷൻസും സ്തംഭിപ്പിക്കുക. वहां का वो मंदिर का अंदर का सारे लेन देने का कार्यक्रम या सारी कार्यक्रम को बंद किया करके पड़ सकता है। ഇനിയാണ് ചോദ്യം, യേശു ഇത് എന്തിനു ചെയ്തു? अभी सवाल ये है यीशु मसीह ये क्यों किया है? നമ്മൾ പലപ്പോഴും ഈ കഥയ്ക്ക് തലക്കെട്ട് കൊടുക്കുന്നത് ദൈവാലയ ശുദ്ധീകരണം എന്നാണ്. हम कभी इस वचनों को हम एक शीर्षक देता है मंदिर का शुद्धिकरण, पवित्र मंदिर परमेश्वर का मंदिर का शुद्धिकरण। ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ ക്ലെൻസിംഗ് ഓഫ് ദ ടെമ്പിൾ, इंग्लिश बाइबल देखा तो क्लेंसिंग ऑफ द टेंपल या मंदिर को शुद्ध करना ऐसा लिख के रखा है। സത്യത്തിൽ ഇതൊരു ശുദ്ധീകരണമായിരുന്നു. क्या ये सच में एक क्लेंसिंग या शुद्धिकरण था क्या? ഇത് ശുദ്ധീകരണമായിരുന്നുവെങ്കിൽ എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. अगर ये शुद्धिकरण है तो मैं और कुछ सवाल लेके आया हूँ। യേശു ആദ്യമായല്ല യെരുശലേം ദേവാലയത്തിൽ വരുന്നത്. यीशु मसीह ये पहली बार नहीं है यरूशलेम में आए थे। തന്നെ ജനിച്ചപ്പോൾ പരിച്ഛേദനയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. जब उनका जन्म हुआ था परिच्छेदन या खतना करने का समय वहां लेके आया था। ഓർമ്മ വെച്ച സമയം മുതലാണെങ്കിൽ യേശുവിന്റെ 12 വയസ്സുള്ള ഒരു കഥ യെരുശലേമിൽ സംഭവിക്കുന്നത് ലൂക്കോസ് എഴുതുന്നുണ്ട്. यीशु मसीह का 12वीं उम्र का उस समय यरूशलेम में आया करके लूकोस ने कुछ बात लिखा है। ലോകമെമ്പാടുമുള്ള എല്ലാ യഹൂദന്മാരും എല്ലാ വർഷവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും യെരുശലേമിൽ പെസഹായുടെ സമയത്ത് കൂടുമായിരുന്നു. पेसहा का पर्व के समय दुनिया भर के जो यहूदी लोग थे वो लोग लगभग एक साल एक समय में यरूशलेम में इकट्ठा होते थे। അപ്പോൾ 2-3 ലീവ് കൊടുത്താലും യേശു കുറഞ്ഞത് ഒരു 30 തവണ ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. अगर 2-3 बातों को छोड़ दिया तो भी लगभग 30 बार यीशु मसीह यरूशलेम में आए हैं। ഓർമ്മ വെച്ചതിന് ശേഷം കുറഞ്ഞത് 20 തവണയെങ്കിലും യേശു ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. या बड़े होने के बाद यीशु मसीह लगभग 20 बार यरूशलेम में पहुंचा है। ശുശ്രൂഷ സമയയുടെ 3.5 വർഷം കാലയളവിൽ പലതവണ വന്നിട്ടുണ്ട്. सेवकाई का समय में सेवकाई का बीच में बहुत बार यीशु मसीह यरूशलेम में आए हैं। അപ്പോൾ ഒന്നും ചെയ്യാത്ത ഈ കാര്യം തന്റെ മരണത്തോടടുത്ത് ചെയ്തത് എന്തുകൊണ്ട്? वो सारी समय में ये बातें नहीं किया, ऐसा वाला बातें कि उनका मृत्यु का आगमन का समय में क्यों किया है? ചോദ്യം ന്യായമല്ലേ? ശുദ്ധീകരണമായിരുന്നുവെങ്കിൽ തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് മുതൽ പടിപടിയായി ഘട്ടം ഘട്ടമായി ഈ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. सवाल सही है क्या? सही है ना? क्योंकि शुद्धिकरण करने का बात ये तो उनका सेवा का समय में धीरे-धीरे कुछ ना कुछ करते हुए आने का था। ഇനി കച്ചവടക്കാരോട് മാത്രം ഈ കോപിക്കുകയും അല്ലെങ്കിൽ അവരോട് മാത്രം യേശുക്രിസ്തു ചില കാര്യങ്ങളോട് ചെയ്യുകയാണ്. लेनदेनकारों या व्यापारी लोगों से क्यों क्रोधित हुआ करके वहां लिखा അവർ है? ദൈവാലയത്തിന്റെ അകത്താണ് കച്ചവടം वो ചെയ്യുന്നത്. लोग ये मंदिर का अंदर लेनदेन या व्यापार करते थे। പുറത്ത് വലിയൊരു മാർക്കറ്റ് ഉണ്ട്, പക്ഷേ ഇത് അകത്തെ മാർക്കറ്റാണ്. बाहर और बाजार थे, ये अंदर बाजार करने वाला लोग थे। അവരോടാണോ കോപിക്കേണ്ടത്? അവർക്ക് അവിടെ സ്ഥലം അനുവദിച്ചവരോടാണോ കോപിക്കേണ്ടത്? उन लोगों से क्रोधित करने का है या उन लोगों को वहां प्रवेश करने का जो मौका दिया उनसे क्रोधित करने का है? അങ്ങനെ തോന്നുന്നത് പോലെ യെരുശലേം ദേവാലയത്തിൽ വന്ന് കച്ചവടം ചെയ്യാൻ കഴിയില്ല. वैसे ही कुछ सोच विचार करके यरूशलेम मंदिर में अगर व्यापार करने का अनुमति नहीं था। മഹാപുരോഹിതന്മാരുടെ അനുമതിയോടെ അവിടുത്തെ കമ്മിറ്റി അനുവദിച്ചാൽ മാത്രമേ അതിനകത്ത് കച്ചവടം കോൺട്രാക്ട് ലഭിക്കണം. वहां का महापुरोहित का अनुमति लेते हुए या वहां का झुंड का अनुमति लेते हुए मंदिर का अंदर प्रवेश करके व्यापार कर सकते थे। ഈ ചരിത്രകാർ പറയുന്നു ഈ കച്ചവടം നടന്നിരുന്നത് ജാതികൾക്ക് അലോട്ട് ചെയ്തിരുന്ന സ്ഥലത്താണ്. ये जो व्यापार करते थे वहां जाति के लिए जो जगह दिया था वहां ये लोग लेन देन करते थे। യെരുശലേം മന്ദിരത്തെ കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. यरूशलेम मंदिर के बारे में और कुछ बातें हम समझेंगे। ശലോമോൻ ഉണ്ടാക്കിയതിലും 2 ഇരട്ടി വലുപ്പമാണ് ഹെരോദാവിന്റെ देवालय सुलेमान जो मंदिर को बनाया था उससे 2 गुना बहुत बड़ा था जब हेरोदाव ने इस मंदिर को बनाने का समय മലമേൽ ഇരിക്കുന്ന പട്ടണമായ യെരുശലേം നഗരത്തിന്റെ പകുതിയോളം ഭാഗം കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ദേവാലയവും അതിന്റെ മുറ്റവും. ये पहाड़ी शहर था ये यरूशलेम और यरूशलेम शहर का पूरा जगहों को बढ़ते हुए या पूरा जगह बढ़ते हुए हम देख सकते हैं उतना बड़ा था इस यरूशलेम का मंदिर. ദേവാലയത്തിന് 3 ഭാഗങ്ങളുണ്ട്, നമുക്കറിയാവുന്നതാണ്. इस मंदिर को 3 अलग-अलग भाग हैं, हम जानते हैं. അകത്ത് ദൈവമഹത്വം ഇറങ്ങുന്ന അതിവിശുദ്ധ സ്ഥലം, आप बहुत पवित्र स्थान है जहां परमेश्वर का उपस्थिति गिरके आता है. അതിപ്പോൾ കാലിയാണ്. वो खाली पड़ा है. അവിടെ ഒന്നുമില്ല, ഒരു തിരശീലയുണ്ട്, അത് കാലിയായി കിടക്കുകയാണ്. वहां एक ही कपड़ा है, वहां खाली पड़ा है. കാരണം മുമ്പുള്ള യുദ്ധങ്ങളിൽ പെട്ടകം പിടിക്കപ്പെട്ടു എവിടെയാണെന്ന് ആർക്കും അറിയില്ല. वो वहां युद्ध हुआ था, परमेश्वर का संदूक कहां है करके कोई जानता नहीं है. രണ്ടാമത്തെ മുറി വിശുദ്ധ സ്ഥലം, दूसरा कमरा था विशुद्ध
stand. ദൈവത്തിന്റെ കാഴ്ചയപ്പം വെക്കുന്ന സ്ഥലം, ദൈവത്തിന്റെ വിളക്ക് തെളിയുന്ന സ്ഥലം, ദൈവത്തിനുള്ള ധൂപം കാട്ടുന്ന സ്ഥലം, അത് പുരോഹിതന്മാർ മാത്രം ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം. वो जो जगह था सिर्फ पुरोहित लोग प्रवेश करने का, परमेश्वर का रोटी या ज्योति जलाने का वो स्थान था. ഇനി പുറമേ ഉള്ള മുറ്റം, उनका बाहर जो जगह था അവിടെയാണ് ജനങ്ങൾ കൂടി വരുന്നത് യാഗം അർപ്പിക്കുവാൻ. वहाँ याग करने के लिए लोग इकट्ठा होते थे. ആ മുറ്റം തന്നെ, ഈ മതിലുകളുള്ള ഒരു വലിയ മുറ്റമുണ്ട് ഈ ദേവാലയത്തിന്. वहाँ पूरा दीवार बना के रखा है, उसका अंदर जो जगह है वहाँ लोग आते थे. അതിനെയാണ് നമ്മൾ പ്രാകാരം എന്ന് പറയുന്നത്. वो जगह को परमेश्वर का लोग जुड़ने वाला जगह करके बोलते हैं. അതിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. उनको भी 3 अलग भागों में बांटा है. ഒന്ന് പുരോഹിതന്മാർക്ക് മാത്രമുള്ള സ്ഥലം, അത് ദേവാലയത്തിന്റെ തൊട്ട് മുൻപിൽ. वो मंदिर का सीधा सामने सिर्फ पुरोहित लोगों के लिए पहले स्थान है. അവിടെയാണ് യാഗപീഠം, പുരോഹിതന്മാർ യാഗം അർപ്പിക്കുന്നത് അവിടെയാണ്. याग करने के लिए वेदी वहां बनाया है, पुरोहित लोग का याग वहां करते हैं. അതിന്റെ തൊട്ട് പുറകിൽ യഹൂദ പുരുഷന്മാർക്കുള്ള സ്ഥലം, उसका पीछे यहूदी पुरुष लोगों के लिए जगह है. അതിന് പുറകിൽ സ്ത്രീകൾക്കുള്ള സ്ഥലം, उसके पीछे है स्त्रियों का जगह. അവിടെയാണ് ഭണ്ഡാരം ഇരിക്കുന്നത്. ദൈവ കാഴ്ച നേർച്ചകൾ അർപ്പിക്കുന്ന ഭണ്ഡാരം ഈ സ്ത്രീകളുള്ള സ്ഥലത്താണ്. वो स्त्री लोग जहां है वहां दान देने का जो जगह बना के रखा है. ആ കാശുള്ള വിധവ ആ ഭണ്ഡാരത്തിൽ പണമിടുന്നത് നമ്മൾ കാണുന്നു. एक विधवा स्त्री वहां पैसा डालने का कहानी हम पढ़ते हैं. അതിനും പുറത്തുള്ള അല്ലെങ്കിൽ പുറത്തുള്ള ഗേറ്റിനോട് ചേർന്ന സ്ഥലമാണ് ജാതികൾക്ക്, അന്യജാതിക്കാർക്ക് കൂടി വരുവാനുള്ള സ്ഥലം. वो गेट के पास अन्य जातियों को जुड़ने के लिए जगह दिया है. ഈ മുറ്റം 3 ഭാഗങ്ങളായി തിരിച്ച് ഈ മുറ്റം തന്നെയുണ്ട് ഏകദേശം 25 ഏക്കർ. ये बाहर जो जगह है लगभग वो 3 अलग भागों में बांट कर रखा है. 25 एकड़ उसका जगह है. ഈ ജാതികൾക്ക് വേണ്ടി മാറ്റിവെച്ച സ്ഥലത്താണ് ഇവർ ഈ കച്ചവടം അനുവദിച്ചിരിക്കുന്നത്. ये जाति लोगों के लिए अनुमति करके देके रखा है जो जगह, वहां वो लोग व्यापार करते थे. ദൈവാലയം ദൈവവും മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ മനുഷ്യനും ദൈവവും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ദൈവാലയം. परमेश्वर का मंदिर जो है, परमेश्वर उनका जन मिलाप या मिलने का जगह है. परमेश्वर का मंदिर അത് ദൈവജനം മാത്രമല്ല, ദൈവത്തെ അറിയാത്തവർക്കും അവിടെ വന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ദൈവം അതിനെ വിഭാവനം ചെയ്തത്. ये सिर्फ परमेश्वर को जानने वाले लोग नहीं है, जो ना जानने वाले लोगों को भी वहां अगर परमेश्वर का उपस्थिति को महसूस करने के लिए वो जगह वहां है. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞിരുന്നു, നിങ്ങൾ ജാതികൾക്ക് വെളിച്ചമാണ്. इस्राएल लोगों के लिए परमेश्वर बताया था, तुम लोग जातियों अन्य जातियों के लिए रोशनी है, ज्योति है. ജാതികൾക്ക് ദൈവത്തെ അനുഭവിക്കുവാനുള്ള ഇടം എടുത്തു കളഞ്ഞ് അത് കച്ചവടത്തിന് കൊടുത്തിരിക്കുകയാണ്. बात ये है, जाति लोगों को, अन्य जातियों को परमेश्वर से मिलने का जगह को निकाल कर वहां व्यापार करने का अनुमति दिया. അതുകൊണ്ടാണ് യേശു ഇവിടെ പറയുന്നത്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അത് ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം. അതാണ് നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നത്. യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചന്തയാക്കിയിരിക്കുന്നത്. इसलिए यीशु मसीह वहां लिखा, क्या यह नहीं लिखा है कि मेरा घर सब जातियों के लिए प्रार्थना का घर कहलाएगा, पर तुमने इस डाकुओं के कोह बना दी है. ചോദ്യം, കച്ചവടക്കാരോട് കയർത്തിട്ട് എന്താണ് കാര്യം? അവരെ അനുവദിച്ചവരെ അല്ലേ തൊടേണ്ടത്? सवाल ये है, व्यापार करने वालों लोग, लेन देन करने वालों लोगों के ऊपर गुस्सा करके क्या फायदा है? उनका जो अनुमति दिया उनको बताने का, उनको ऊपर गुस्सा क्रोध करने का है. പറഞ്ഞതിന്റെ അർത്ഥം ഇതൊരു ശുദ്ധീകരണമല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. ये बाबे बोलने का मतलब ये था, ये एक शुद्धिकरण नहीं था करके हम समझने का है. ശുദ്ധീകരണമായിരുന്നെങ്കിൽ ആദ്യം മഹാപുരോഹിതനെ വലിച്ചു പുറത്തിടണം. अगर शुद्धिकरण ये तो ये महापुरोहित को सबसे पहले खींचकर बाहर डालने का था. ശുദ്ധീകരണമായിരുന്നെങ്കിൽ കമ്മിറ്റി പിരിച്ചുവിടണമായിരുന്നു. ओ शुद्धिकरण ये तो वहां के झुंड को तितर-बितर करने का था. ഇത് ഏറ്റവും പുറകിൽ കിടക്കുന്ന ദേവാലയത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് വിപ്ലവം കാണിച്ചു. അത് ശുദ്ധീകരണമല്ല. ये बात ये है, जो मंदिर से दूर पड़ा है, वो जगह पर जाकर यीशु मसीह ने कुछ कार्यों को किया. ये शुद्धिकरण बिल्कुल नहीं है. ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. എന്താണ് ഇത്? പക്ഷേ ഒറ്റ കാര്യം, സന്ദേശത്തിന്റെ പ്രധാന ഭാഗം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകാം. इन बातों पर अलग-अलग व्याख्या है, लेकिन इस संदेश का मुख्य बात है बताए हुए मैं आगे बढ़ना चाहता हूं. യേശു ഈ ചെയ്തത് ന്യായവിധിയുടെ അടയാളമായി. यीशु मसीह ने जो किया न्याय विधि का एक चिन्ह था. ദൈവം ഈ ആലയത്തെ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം. ये परमेश्वर
ने इस मंदिर को हमेशा के लिए छोड़ने वाला है करके एक चिन्ह को किया है। അതുകൊണ്ടാണ് ലൂക്കോസിന്റെ യേശു കരഞ്ഞുകൊണ്ടാണ് ആലയത്തിലേക്ക് കടന്നു വരുന്നത്. इसलिए लूका में यीशु मसीह ने रोते हुए मंदिर में आया करके लिखा है। കള്ളന്മാരുടെ ഗുഹ എന്നുള്ള പ്രയോഗം വരുന്നത് യെരമ്യാവ് 7:11 നിന്നാണ്. वहां हम देख सकते हैं यिर्मयाह उसका 7 के 11 वचन में लिखा है, ये डाकुओं का घर के लिए लिखा है, वो यिर्मयाह की किताब से लिया है। കള്ളന്മാരുടെ ഗുഹ എന്നുള്ള പ്രയോഗം യെരമ്യാവ് ഉപയോഗിക്കുന്നത് നെബൂഖദ്നേസർ രാജാവ് യെരുശലേം മന്ദിരം പൊളിക്കുന്നതിന് തൊട്ടു മുൻപാണ്. ये डाकुओं की गो करके यिर्मयाह ने लिखा है, नेबूखदनेस्सर राजा यरूशलेम मंदिर को तोड़ने से थोड़ी समय पहले ഒരു ന്യായവിധി വരുന്നതിന് തൊട്ടു മുൻപായിട്ടായിരുന്നു ആ പ്രയോഗം. एक न्याय विधि आने का कुछ दिनों पहले, कुछ समय के पहले था। എന്തിനു വേണ്ടി ഈ ആലയം ദൈവം സ്ഥാപിച്ചു? ദൈവവും മനുഷ്യനും സംഗമിക്കുന്ന, ദൈവവും മനുഷ്യനും പരസ്പരം അനുഭവിക്കുന്ന, മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ മനുഷ്യരിലേക്ക് ചൊരിയേണ്ട ആ സ്ഥലം എന്തിനു വേണ്ടി നിർത്തിയിരിക്കുന്നുവോ ആ ഫലം കൊടുക്കുന്നില്ല. यीशु परमेश्वर ने क्यों इस मंदिर को बनाया था? परमेश्वर और इंसान के बीच में जो बातचीत करना है, जो रिश्ता होना है, एक दूसरे का अनुभव करने की जो जगह है, मंदिर है, वो मंदिर के बारे में वाली का है और कुछ काम के लिए नहीं देता है। അത് യേശുവിന്റെ കാലത്തെ മാത്രം പ്രശ്നമല്ല, ये सिर्फ यीशु मसीह के युग का समस्या नहीं है, നൂറ്റാണ്ടുകളായിട്ടുള്ള പ്രശ്നത്തിലേക്കാണ് യേശു കൈകൊണ്ടുവന്നത്. 100 सालों से पहले जो समस्या है, वो समस्या के ऊपर यीशु मसीह उनका उंगली उठाया है। അഹരോൻ ജനത്തിന് കാളക്കുട്ടി ഉണ്ടാക്കിയ ആ സമയം മുതൽ മിക്കവാറും പുരോഹിതവർഗം ജനത്തെ വഴിതെറ്റിക്കുകയായിരുന്നു. अहरोन जब वहां एक बिछड़ा को बनाकर याग बनाने के लिए दिया था, या करने का कुछ बातें हुआ था, और समय से लेकर पुरोहित लोगों को अलग रास्ता पर, बुरे रास्तों पे चला रहा था, इसलिए यीशु मसीह वहां उंगली उठाया है। നൂറ്റാണ്ടുകളായിട്ട് ഈ ആലയം ഫലം തരുന്നില്ല. युगों से लेकर इस आलय में कोई फल नहीं है। ദൈവത്തിന്റെ ദയയാൽ പലതവണ ദൈവം ഉണർവുകൾ അയച്ചിട്ടുണ്ട്. ആ ഉണർവുകളെല്ലാം പെട്ടെന്ന് കെട്ടടങ്ങി. परमेश्वर का दया में परमेश्वर बहुत बातें और वो परिवर्तन वहां लेके आया है, लेकिन कुछ बातें नहीं हुआ है। അവിടെ ശുശ്രൂഷയ്ക്കാക്കിയിരിക്കുന്നവർ അതിനെ കൈയടക്കി സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കുക. सेवक के लिए मंदिर में जिसको नियुक्त किया, वो लोग खुद की इच्छा के लिए वो मंदिर को इस्तेमाल करने लगा। അതുകൊണ്ടാണ് 12-ാം അധ്യായം മർക്കോസിൽ ഒരു ഉപമ പറയുന്നുണ്ട്. തോട്ടം വേലക്കാരെ ഏൽപ്പിച്ചു പോയവൻ അവകാശിയെ തിരിച്ചയക്കുമ്പോൾ തോട്ടക്കാർ അവനെ പിടിച്ചു കൊല്ലുന്നു. इसलिए मरकुस ने 12 अध्याय में एक वाटिका का कहानी लिखा है। मालिक ने सेवा करने लोगों को दिया था, जब मालिक ने वापस आया उनको ही लोग मारने लगा। ദൈവവും മനുഷ്യരും കൂടിച്ചേരേണ്ട ആ സ്ഥലം കച്ചവട സ്ഥലമായി സ്വാർത്ഥ മോഹങ്ങൾക്കും സ്വാർത്ഥ ലാഭങ്ങൾക്കുമുള്ള ഇടമായി തീർന്നു. परमेश्वर और लोगों के बीच में और मिलने का जगह, व्यापार करने की जगह बनाया है। അതുകൊണ്ട് ആലയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു നിമിഷത്തേക്ക് ഒന്ന് സ്തംഭിപ്പിക്കുക, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഉദ്ദേശം. इसलिए मंदिर में होने का बातों को एक समय के लिए बंद करने का है, इतना ही था यीशु मसीह का കാരണം सोच। പ്രാവുകളെ വിൽക്കുന്നവർ, മൃഗങ്ങളെ വിൽക്കുന്നവർ അവിടെ വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ അല്പനേരത്തേക്ക് യാഗം അവിടെ മുടങ്ങുകയാണ്. वहां पर कबूतर को बेचने वाला, जानवर को बेचने वाला नहीं भेजा तो वहां थोड़ी समय के लिए याग भी बंद होने वाला है। ഈ ബിസിനസിന്റെ മറവിൽ വലിയൊരു കൊള്ളയാണ് അവിടെ इस നടന്നുകൊണ്ടിരിക്കുന്നത്. व्यापार के पीछे बहुत बड़ा बुरी काम चल रहा था। യാഗത്തിന് കൊണ്ടുവരുന്ന മൃഗം ഊനമില്ലാത്തതായിരിക്കണം. इस याग के लिए लेके आने वाला जो जानवर में कुछ कमी नहीं होने का था। ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ ആവശ്യമായിരുന്നു, പക്ഷെ ദേവാലയത്തിനകത്തല്ല ഇത് വേണ്ടത്. ऐसा वाला व्यापार का जरूरत था, लेकिन मंदिर का अंदर बिल्कुल नहीं था। കാരണം ദൂരെ നിന്ന് വരുന്ന ജനം, ദൂരെ നിന്ന് ഒരു മൃഗത്തെ കൊണ്ടുവരണമെങ്കിൽ മലയും കുന്നും കാടുകളും കടന്ന് ആ മൃഗം ഇവിടെ എത്തുമ്പോഴേക്കും അതിന് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും പിഴവുകൾ പറ്റി അത് യാഗം കഴിക്കാൻ യോഗ്യമല്ലാത്ത വിധത്തിലാകും. लोग दूर से लेकर जानवर को लेके आकर मंदिर में पहुंचने का समय कुछ ना कुछ होकर इस जानवर में कुछ कमजोरी आते होगा। ഇനി അടുത്തുള്ളവർ ഒരു മൃഗത്തെ കൊണ്ടുവന്നാൽ യെരുശലേമിന്റെ പെരുന്നാളിലെ തിക്കിലും തിരക്കിലും പെട്ട് മൃഗത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, अगर पास में जीने वाले लोग जानवर को लेकर आने का समय और झुंड का बीच में फंसकर कुछ हुआ तो वो जानवर को, ആ സൗകര്യത്തിനാണ് അവിടെ മാർക്കറ്റുകളിൽ ഈ കച്ചവടത്തിന് മൃഗങ്ങളെ വെക്കുന്നത്. इसलिए वहां वो मंदिर के पास में ही व्यापार में वहां जानवर को बेचते थे। ഇനി അകത്തുള്ള ഈ മാർക്കറ്റിന്റെ ടെൻഡർ കൊടുക്കുന്നവർ വലിയൊരു കമ്മീഷൻ, അത് അനധികൃതമായിട്ടുള്ള ഒരു പണം ഈ പുരോഹിതന്മാർക്ക് കൊടുത്തിരുന്നു. इस मंदिर का अंदर जिसको व्यापार करने के लिए मौका दिया, उन लोगों से बहुत पैसा देते हुए पुरोहित लोग वहां करवाते थे। ഈ പൊൻവാണികക്കാരാരാണ്?
വാണിഭക്കാർ. वहाँ सोने को बेचने वाला लोग कौन है? അത് മണി എക്സ്ചേഞ്ചേഴ്സ് ആണ്. കാരണം യെരുശലേമിൽ ദേവാലയത്തിൽ അനുവദിക്കുന്ന ഒരു പണമുണ്ട്, ഒരു കോയിൻ ഉണ്ട്. അപ്പോൾ പല നാടുകളിൽ നിന്ന് വരുന്നവർ തങ്ങളുടെ പണം അവിടെ ഉപയോഗിക്കുന്ന കാശിലേക്ക് മാറ്റണം. वहाँ यरूशलेम में पैसा का एक्सचेंज या बदलने के देने वाला कुछ लोग थे, उनके बारे में वहाँ लिखा है। ഇതെല്ലാം അത്യാവശ്യമാണ് അവിടുത്തെ യാഗങ്ങൾക്കും ആരാധനയ്ക്കും. പക്ഷെ അവിടെയല്ല അതിന്റെ സ്ഥലം. वे सारी चीजों में जरूरत है आराधना के लिए, मंदिर के लिए, लेकिन वो स्थान वहाँ नहीं था। കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഗുഹയാക്കി. वो वहाँ ऐसा लिखा है, ये डाकुओं का कोप बनाया है, चोर की घर बनाया है करके लिखा है। യേശുവിന്റെ ഉദ്ദേശം ഒരു മിനിറ്റ് ഇതൊന്ന് സ്തംഭിപ്പിക്കണം, യേശുവിന് പറയാനുള്ളത് പറയണം, അത്രേ ഉള്ളൂ. यीशु मसीह का सोच यह था, एक समय के लिए, एक बार के लिए वो खत्म कर बंद करने का था। यीशु मसीह के जो बोलने का है वो संदेश उनको देने का है। ഇതെല്ലാം ശുദ്ധിയാക്കി വൃത്തിയാക്കി അവർ വാഴാൻ വന്നതല്ല. ഒരു മിനിറ്റ് ഇതെല്ലാം ഒന്ന് നിർത്തി അധികാരികൾ കേൾക്കുന്നത് പോലെ, കാരണം ഇത് തൊട്ടാൽ അവിടെ അറിയും. കാരണം ഇത് വലിയ ബന്ധമാണ് ഈ പുരോഹിതന്മാരും കച്ചവടവും തമ്മിൽ. यीशु मसीह का सोच यह था, अधिकारी लोग समझने के जैसा ये जगह और पुरोहित का बीच में कुछ समझ आने के जैसा कुछ काम करने का था। ഒരു നിമിഷം ഇതെല്ലാം സ്തംഭിപ്പിച്ചിട്ട് പഴയ നിയമ പ്രവാചകന്മാർ യെരുശലേം ദേവാലയത്തിന് നേരെ ന്യായവിധി പ്രഖ്യാപിച്ചതുപോലെ പറയുകയാണ്, നിങ്ങൾ ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർന്നു. एक समय के लिए सब बातों को रोक के रखते हुए पुराना समय में नबी लोग जैसा न्याय की संदेश भविष्यवाणी करता था, संदेश देता था, वैसा ही मंदिर की ओर देखते हुए यीशु मसीह भी वाणी दे रहा है। യേശു പറഞ്ഞ ഉപമയിലെ പോലെ ഇത് കേട്ട് അവർക്ക് കോപം വന്ന് യേശുവിനെ എങ്ങനെ നശിപ്പിക്കണം എന്നുള്ള ആലോചന അവർ ശക്തമാക്കി. यीशु मसीह जैसे एक दृष्टांत बोला, इसलिए लोगों को गुस्सा आकर यीशु मसीह का नष्ट करने के लिए योजना बनाया। ഇത് ആലയത്തിന്റെ മേലുള്ള ന്യായവിധിയുടെ പ്രവൃത്തിയാണ്, ശുദ്ധീകരണമല്ല. ये मंदिर का ऊपर आने वाला न्याय की काम है, शुद्धिकरण तो नहीं ദൈവം है। എന്നേക്കുമായി ഈ ആലയത്തെ ഉപേക്ഷിക്കുന്നു. परमेश्वर सभी हमेशा के लिए इस मंदिर को छोड़ने वाला है। പഴയ ആലയം ദൈവം ഉപേക്ഷിച്ച് പുതിയ ആലയം പരിചയപ്പെടുത്തുകയാണ്. യേശു തന്നെയാണ്. पुराना मंदिर को यीशु मसीह ने पूरा छोड़ते हुए, परमेश्वर ने छोड़ते हुए नया मंदिर के बारे में परिचय दे रहा है, वो खुद यीशु मसीह ही है। ദേവാലയത്തിന് മുകളിൽ ന്യായവിധി വരികയാണ്. ഇനി യാഗം കഴിക്കുവാൻ ആലയത്തിലേക്കല്ല വരേണ്ടത്. യേശു ഒരു ഏക യാഗമായി എന്നേക്കുമുള്ള യാഗമാകുകയാണ്. मंदिर का ऊपर न्याय आ चुका है, अभी बलि चढ़ाने के लिए ये मंदिर की ओर नहीं जाने का है। यीशु मसीह हमेशा के लिए एक बलि बनने वाला है। ഇനി പിതാവിനെ കാണാൻ ദേവാലയത്തിലേക്കല്ല പോകുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. अभी पिता को मिलने के लिए मंदिर में जाने की जरूरत नहीं है, जो यीशु को देखा है वो परमेश्वर का देखा है। പുതിയ ആലയം യേശുക്രിസ്തുവാണ്. और नया मंदिर यीशु मसीह ही है। യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആരും ദൈവത്തിലേക്ക് എത്തുന്നില്ല. यीशु मसीह से अलग होकर कोई भी परमेश्वर के मंदिर में नहीं आ सकता है। അപ്പോൾ ഈ സംഭവം നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ये घटना हमको देने वाला संदेश क्या है? ആലയം വിശുദ്ധമായി സൂക്ഷിക്കുക. मंदिर को पवित्र करके हम ध्यान से संभालने का है। യെരുശലേം ദേവാലയത്തിന് ഇനി പ്രസക്തിയില്ല. यरूशलेम मंदिर को अभी कोई काम का नहीं है। നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? तुम लोग परमेश्वर का मंदिर है, परमेश्वर का आत्मा तुम में निवास करता है, क्या तुम न जानता नहीं है क्या? നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ എത്ര വിശുദ്ധിയോടെ ആ രാജാവിന് വേണ്ടി ഒരുക്കേണ്ടതായിട്ടുണ്ട്. हम हमारा हृदय को कितना पवित्र बनाकर और राजा के लिए तैयारी करने का है। നമ്മുടെ ഹൃദയങ്ങളുടെ അശുദ്ധി വ്യാജമെല്ലാം നീക്കിക്കളഞ്ഞ് പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ള മന്ദിരങ്ങളായി നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ കൂട്ടായ്മകളും മാറട്ടെ. हमारा हृदय पवित्र बनाते हुए वो प्रतापशाली राजा को प्रवेश करने के समान हमारा हृदय, हमारा झुंड, हमारा कलीसिया भी बनने पाए। ഈ ദൈവത്തിന്റെ മന്ദിരം ഒരു കെട്ടിടമല്ല. अभी परमेश्वर का मंदिर एक बिल्डिंग नहीं है। രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ ഇടയിൽ ഞാനുണ്ട്. 2 या 3 लोग जहाँ इकट्ठा होता है उनके बीच में मैं होता हूँ, वो एक कमरा तो नहीं है। വ്യക്തിപരമായി നമ്മുടെ ഹൃദയങ്ങളിൽ വലിയൊരു ശുദ്ധീകരണം ദൈവം ആവശ്യപ്പെടുകയാണ്. व्यक्तिगत रूप से हमारा हृदय में एक शुद्धिकरण वचन हमसे चाहता है। അന്തർഭാഗങ്ങളിലെ അശുദ്ധികൾ നീങ്ങിപ്പോകട്ടെ. अंदर जो अशुद्ध बात है वो सब निकल के जाने पाए। സ്വാർത്ഥമായ മോഹങ്ങളും സ്വപ്നങ്ങളും തകർക്കപ്പെടട്ടെ. खुद का सोच या विचार सब कुछ टूटने पाए। രാജാവ് പ്രവേശിക്കുവാൻ യോഗ്യമായ ഹൃദയങ്ങൾ ഒരുക്കപ്പെടട്ടെ. राजा का प्रवेश करने का समान हृदय को तैयार होने पाए। പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ യോഗ്യമായ വിശുദ്ധ മന്ദിരങ്ങൾ നമ്മളാകട്ടെ. पवित्र आत्मा को बसा करने के समान मंदिर बन के आने पाए। ദൈവത്തിന്റെ സന്തോഷത്തോടു കൂടി ഇറങ്ങി വസിക്കാവുന്ന കൂട്ടായ്മകൾ, സഭകൾ നമ്മുടെ ഇടയിൽ
यह झुंड हमारा बीच में पैदा होकर आने पाए। യെരൂശലേം ദേവാലയത്തിന് അതൊരു ന്യായവിധിയുടെ സന്ദേശമായിരുന്നെങ്കിൽ നമുക്ക് ഇത് ഒരു വാണിംഗ് ആണ്. यरूशलेम मंदिर के लिए एक न्याय विधि का एक संदेश था, हमारे लिए एक चेतावनी है। എഫെസോസ് സഭയോട് യേശു പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളുടെ വിളക്ക് അതിന്റെ സ്ഥലത്ത് നിന്ന് ഞാൻ നീക്കും. एफेसस कलीसिया के लिए यीशु मसीह बता रहा है, तुम लोग मन फिराने के लिए और ज्योति मेरे वहां से वो दूसरी कर देता हूं। ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഇത് എന്നേക്കും നിലനിൽക്കും ഇല്ല. परमेश्वर से स्थापना हुआ, ये हमेशा बने रहेगा, बिल्कुल नहीं। ദൈവം സ്ഥാപിച്ചത് ദൈവനാമ മഹത്വത്തിനല്ലെങ്കിൽ, ദൈവത്തിന്റെ ഉദ്ദേശത്തിനല്ലെങ്കിൽ, ദൈവത്തിന്റെ കരങ്ങൾ തന്നെ അതിനെ പൊളിച്ചു കളയും. परमेश्वर स्थापना किया और परमेश्वर का महिमा के लिए नहीं है तो परमेश्वर ही उसको वहां से तोड़ कर देगा। അതുകൊണ്ട് വ്യക്തിപരമായും ഒരു കൂട്ടമായും ദൈവം നമ്മളെ എന്തിനു വിളിച്ചോ അതിൽ വ്യക്തമായി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. इसलिए व्यक्तिगत रूप से झुंड का रूप में परमेश्वर हमको क्यों बुलाया और बुलाहट को समझकर आगे जाने पाए। നമ്മൾ പൊള്ളയായി വിശ്വസിക്കരുത്, ദൈവമാണ് സ്ഥാപിച്ചത് എന്നേക്കും നിലനിൽക്കും, ഒരിക്കലുമില്ല. ദൈവാലയത്തെ നോക്ക്, അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിച്ചു കളഞ്ഞു ദൈവം. इसलिए हम ये बात सोचना, परमेश्वर ने स्थापना किया, ये हमेशा के लिए होगा। और मंदिर की ओर देखना, पत्थर से पत्थर निकाल कर तोड़ा जाएगा करके वचन लिखा है। മാർക്കോസ് 13:1 യേശു പ്രവചിക്കുന്നത്, ശിഷ്യന്മാർ കാണിച്ചു എത്ര മനോഹരമായിട്ടുള്ള മന്ദിരം. मरकुस अध्याय 13 का पहले वचन में चेला लोग बता रहा है कितना सुंदर मंदिर है। യേശു പറയുകയാണ്, നിങ്ങൾ ഇതിന്റെ ഭംഗി എന്നെ പഠിപ്പിക്കുകയാണ്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകും. यीशु ने उससे कहा, क्या तुमने बड़े-बड़े भवन देखते हो, यह पत्थर पर पत्थर भी बचा ना रहेगा। അതുകൊണ്ട് വിശുദ്ധിയോടെ ഈ മഹത്വത്തിന്റെ രാജാവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. इसलिए विशुद्ध होकर प्रतापशाली राजा के लिए, महिमा राजा के लिए हम तैयार होंगे। ഭക്തിയുടെ സന്ദേശം കൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. अंजीर का पेड़ का संदेश देते हुए मैं बैठना चाहता हूँ। ഈ സംഭവം ഈ അത്തിയെ ശപിക്കുന്നതിനും ഉണക്കുന്നതിനും ഇടയിൽ വെച്ചത് എന്തിനെ? ये बात है, अंजीर का पेड़ को श्राप देने का, सुखाने का बीच में क्यों रखा? ഇത് ഒരു അടയാളമാണ്. ये एक चिन्ह है। യേശു പല ഉപമകളും പറഞ്ഞു. यीशु मसीह बहुत दृष्टांत को बताया। ചില ഉപമകൾ യേശു പ്രവർത്തിച്ച് കാണിച്ച ഒരു ഉപമയാണ് ഇത്. कुछ दृष्टांत को करके दिखाया, ऐसा वाला एक दृष्टांत है इस दृष्टांत। ഇത് ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഒരാൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ ये കഴിയും. सही रूप से समझ नहीं पाया तो एक पागल इंसान ने काम किया, वैसा हम समझते हैं। ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഈ പ്രാർത്ഥനയ്ക്കിരുന്ന് ഇവിടെ വിശന്നുകൊണ്ടിരുന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ആ മാവിൽ മാങ്ങയില്ലെന്ന് പറഞ്ഞ ആ മാവ് വെട്ടിക്കളയുന്നതിന് തുല്യമാണ് യേശു ചെയ്തത്. अगस्त और सितंबर समय में इधर प्रार्थना करने के बाद इस आम का पेड़ में आम का फल नहीं है करके उसको काटते हैं, ऐसा वाला काम की समान है। यीशु मसीह ने इधर काम किया। കാരണം മാങ്ങയുടെ സീസൺ അല്ല ആ സമയം. वो आम का समय नहीं है। നമുക്ക് വിശന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാവിൽ മാങ്ങ ഉണ്ടാവണം നിർബന്ധമുണ്ടോ? हमको भूख लगा करके आम का पेड़ में आम होने का है क्या? അപ്പോൾ അത് തലയ്ക്ക് വെളിവില്ലാത്തൊരു പ്രവൃത്തിയായിട്ടേ കാണാൻ കഴിയുകയുള്ളൂ. एक पागल इंसान का काम की समान इस बातों को देख सकता അതെ, है, യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നു. लेकिन इसका सही अर्थ समझने के ഒരു बाद ന്യായവിധിയുടെ ഉപമയാണ്. ये एक न्याय विधि का एक दृष्टांत है। അത്തി പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ അടയാളമാണ്. अंजीर पुराने नियम में इजराइल को दिखाता है। മീഖയുടെ പുസ്തകം 7:1 അങ്ങനെ പല ഭാഗങ്ങളിൽ അതിന്റെ റെഫറൻസുകളിലേക്ക് പോകുന്നില്ല. അത്തി ഇസ്രായേലിന്റെ അടയാളമായിട്ട് പ്രവചന പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. मीका 7 का एक ऐसा वाला बहुत वचन है, इजराइल के लिए एक चिन्ह है, या इजराइल को तुलना किया है अंजीर का पेड़ के समान। ആലയത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപാണ് ഈ സംഭവം. परमेश्वर ने मंदिर में आने से थोड़ी समय पहले बातें किया। അത്തി ഉണ്ടാകുന്ന സീസൺ അല്ല, എന്നിട്ടും യേശു അത്തിയെ ശപിച്ചു. ये अंजीर का फल का समय नहीं था, लेकिन यीशु मसीह ने वहां श्राप दिया है। അതുകൊണ്ട് അതിനെ നമ്മൾ ആത്മീയമായി വേണം മനസ്സിലാക്കുവാൻ. അത് യേശു പെട്ടെന്ന് ദേഷ്യം വന്ന് ശപിച്ച ഒരു ശാപമല്ല അത്. यीशु मसीह नाम इसका आत्मीय रूप से समझना है। यीशु मसीह को जल्दी से गुस्सा या क्रोध होकर श्राप नहीं दिया है। കൃത്യമായി എഴുതിയിട്ടുള്ളത് സീസൺ അല്ല, ഫലം ഉണ്ടാകുന്ന കാലമല്ല. बहुत अच्छे से लिख रखा है, फल का समय नहीं था। യേശു അതിൽ ഫലം അന്വേഷിച്ചു വന്നപ്പോൾ അതിൽ ഫലം കണ്ടില്ല. यीशु मसीह पेड़ में फल ढूंढ के आया, तब उसमें फल नहीं യേശു मिला। പെട്ടെന്ന് പറയുകയാണ്, നിന്നിൽ ഒരു നാളും ഫലമില്ല. यीशु मसीह तुरंत बोला, आपसे कोई तेरा फल कभी ना खाए। അതിന് നട്ടു വളർത്തിയിരുന്ന ഒരാളായിരുന്നുവെങ്കിൽ സീസണിൽ ഫലം തരാതിരിക്കുന്ന ഒരു വൃക്ഷം, അതിന്റെ ഒരു ഉപമ ലൂക്കോസ് 7-ലുണ്ട്.
अगर उसको पालन पोषण किया एक व्यक्ति है तो सीजन जो समय में फल नहीं दिया तो एक दृष्टांत लूका में लिखा है മരത്തിൽ ഫലമില്ല എങ്കിൽ ഒരു വർഷം കൂടെ നിർത്താം, ഒന്നുകൂടെ നന്നായി നോക്കിയാൽ അതിൽ ഫലം കാണും. അതാണ് സാധാരണ മനുഷ്യൻ वो പറയുന്നത്. पेड़ के बारे में से लिखा है और एक साल देखेंगे शायद फल होगा, ऐसा इंसान सोचता है. ഫലം ഉണ്ടാകുന്ന കാലമല്ല, അതിൽ ഫലം കണ്ടില്ല എന്നിട്ട് പറയുകയാണ് അടുത്ത വർഷം ഫലം ഉണ്ടാകട്ടെ എന്നല്ല. ഒരു നാളും നിന്നിൽ ഫലമില്ല. इधर पेड़ में देखा फल नहीं था, ये आने वाला दिनों तक देखेंगे करके नहीं है. यीशु मसीह ने बोला कभी भी इसमें फल नहीं आएगा. എന്നിട്ടാണ് നേരെ ദേവാലയത്തിലേക്ക് വരുന്നത്. उसके बाद सीधा और यीशु मसीह ने परमेश्वर के मंदिर में प्रवेश അവിടെ किया. നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. वहां जो बातें हुआ हम देखा है. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ये सारी बातें करते हुए वापस लौटने का समय തിരിച്ചു പോയി അടുത്ത ദിവസം വീണ്ടും ആ വഴി വരുമ്പോൾ और दूसरी दिन वहां से आने का समय ശിഷ്യന്മാർ പെട്ടെന്ന് കാണുകയാണ് യേശു ഇന്നലെ ശപിച്ച അത്തി അത് വേരോടെ ഉണങ്ങിപ്പോയി. यीशु चेले लोग देखा यीशु मसीह ने जो श्राप दिया वो जो अंजीर का पेड़ उनका जड़ के साथ सूख गया है. അപ്പോൾ യേശു പറയുകയാണ് നിങ്ങളും വിശ്വാസത്തോടെ ഈ മലയോട് അത് അവിടെ നിന്ന് മാറി കടലിൽ പോകുക ചാടുക എന്ന് പറയാൻ അങ്ങനെ സംഭവിക്കും. तब यीशु मसीह ने बोला तुम लोग विश्वास के साथ इस पहाड़ को इधर से जाकर समुद्र में गिरो करके बोला तो वो वैसे ही हो जाएगा. എന്താണ് ഈ നീങ്ങി പോകുന്ന മല? ये वहां से चले जाएगा करके मंदिर का पहाड़ के बारे में क्यों बोलो, क्या है? മൂന്ന് സുവിശേഷങ്ങളിലും ഇത് മൂന്ന് വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. तीन सुसमाचारों में भी इस पहाड़ के बारे में तीन अलग बात पर लिखा है. മത്തായി 17 ഇത് എഴുതുന്നത് ഒരു യേശു ഒരു ദുഷ്ടാത്മാവിനെ പുറത്താക്കുന്നിടത്താണ്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ചാടിക്കടലിൽ പോകാൻ പറഞ്ഞാൽ അത് കേൾക്കും. മത്തായി 17 मत्ती 17 में लिखा है इस पहाड़ के बारे में विश्वास के साथ इसको बोला तो निकल के जाएगा करके लिखा है. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇത് 17-ാം അധ്യായത്തിൽ തന്നെയുണ്ട്. അത് വേറൊരു സാഹചര്യത്തിൽ ക്ഷമയോടുള്ള ബന്ധത്തിൽ നിരപ്പ് സഹോദരനോട് നിരപ്പ് പ്രാപിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അവിടെ പറയുകയാണ് നിങ്ങൾ ഈ വൃക്ഷത്തോട് പറഞ്ഞു കടലിൽ പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. लूका सुसमाचार अध्याय 17 में ऐसा लिखा है भाई भाई के बीच में प्यार के समय में प्यार के संदर्भ में यीशु मसीह ने बोला इस पेड़ को वृक्ष को इधर से निकल के जाने के लिए बोला तो निकल जाएगा. അപ്പോൾ മത്തായി അതിൽ സാത്താന്റെ പ്രവർത്തികൾക്കെതിരെയുള്ള ആ മല നീങ്ങി പോകാനുള്ള വിശ്വാസമാണ്. मत्ती ने शैतान का काम के विरोध एक पहाड़ के बारे में उसको हटाने के बाद लिखा है. ലൂക്കോസിൽ ഇത് സഹോദരന്മാരുടെയുള്ള ഭിന്നത സഭ ഒന്നായി കൂടി വരാൻ ഉള്ള പ്രശ്നം അതാണ് അവിടുത്തെ മല അത് അല്ലെങ്കിൽ ആ വൃക്ഷം അത് വേരോടെ പറഞ്ഞു പോകും. लूका ने भाई लोगों के बीच में प्रेम की समय और प्रेम के संदर्भ में इस वृक्ष को निकल के जाने के बाद लिखा है. അല്ലെങ്കിൽ അത് കൂട്ടായ്മകളിലുള്ള കയ്പിന്റെ വൃക്ഷങ്ങളെയാണ് वो കാണിക്കുന്നത്. हम देख सकते हैं झुंड का अंदर जो कड़वापन है वो कलीसिया के अंदर का कड़वापन के बारे में लिखा ഈ है. സാത്താന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ സഭയിലെ പ്രശ്നങ്ങളെ അഴിക്കുവാൻ ആയുധം ഒന്നേ ഉള്ളൂ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. शैतान का काम को तोड़ने के लिए कलीसिया के अंदर कड़वापन को निकालने के लिए एक ही रास्ता है विश्वास के साथ प्रार्थना. ഇവിടെ ആലയ ശുദ്ധീകരണത്തോട് അല്ലെങ്കിൽ ആലയത്തിന്റെ ന്യായവിധിയോട് ബന്ധപ്പെട്ടാണ് ഈ വിശ്വാസം ഈ മലയെ നീക്കുന്നത് കാണിക്കുന്നത്. मार्कुस ने आलय परमेश्वर का मंदिर का शुद्धिकरण के बारे में जोड़कर इस बातों पर वहां लिखा है. തികച്ചും വ്യത്യസ്തമായ ഒരു അർത്ഥമാണ്. ये बहुत विषय रूप से एक अलग फर्क मतलब इसको मिला है. വിശ്വാസത്തോടെ ഏതെങ്കിലും ഒരു മലയോട് അവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകുമെന്നല്ല പറയുന്നത്. विश्वास के साथ कोई भी पहाड़ को निकल के जाने के लिए बोला तो जाएगा करके नहीं लिखा. ഈ മലയോട് ये पहाड़ को करके लिखा है. ഒരിക്കലും അവിടുത്തെ പ്രയോഗം ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു മല ചൂണ്ടിക്കാണിച്ചിട്ട് ഈ മലയോട് ये पहाड़ को मतलब एक पहाड़ को दिखाते हुए वहां लिखा है. യേശു നിൽക്കുന്ന മല ഏതാണ്? यीशु मसीह कौन सा पहाड़ पर खड़ा है? യെരൂശലേം എന്ന മല. यरूशलेम करके जो पहाड़ है. ഇതിനെക്കുറിച്ചാണ് മത്തായിയിൽ പറഞ്ഞത് പ്രവാചകന്മാരെ കല്ലെറിയുകയും കൊല്ലുന്നവളുമേ. കോഴി എത്ര വട്ടം കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത് പോലെ എത്ര വട്ടം നിങ്ങളെ മറയ്ക്കുവാൻ നിങ്ങളോട് കരുണ കാണിക്കുവാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നു, നിങ്ങൾക്കോ മനസ്സിലായില്ല. അവരുടെ മത്സരത്തെ ഓർത്തുകൊണ്ട് ദൈവം കരയുകയാണ്. इधर परमेश्वर रो रहा है. बहुत बार एक मुर्गी पंखों तले जैसे बच्चों को संभालता है वैसा कितने लोगों को संभाला था लेकिन वो लोग नहीं फिरा है. इस बात का सारांश है. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പദ്ധതികൾക്കും ദൈവത്തിന്റെ വഴികൾക്കും ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് യെരൂശലേം നഗരവും അതിലുള്ള ദൈവാലയവുമാണ്. യേശു പറയുകയാണ് വിശ്വാസത്തോടെയുള്ള ദൈവജനത്തിന്റെ പ്രവർത്തനത്താലും പ്രാർത്ഥനയാലും ദൈവ പദ്ധതികളുടെ മുമ്പിൽ നിൽക്കുന്ന സകല മലകളും നീങ്ങിപ്പോകും. अभी एक परमेश्वर का काम के लिए उद्देश्य के लिए एक बीच में खड़ा है यरूशलेम का पहाड़. अगर वो परमेश्वर का काम का रोकने का कोई भी पहाड़ होगा विश्वास के साथ प्रार्थना के साथ उनको
बोला तो ये पहाड़ इधर से चले ഇത് जाएगा। നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു വിഷയമല്ല ഇത്. നിങ്ങൾ മോഹിക്കുന്നത് എന്തും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈ മലയോട് പോയി ചാടാൻ പറഞ്ഞാൽ അത് ചാടാം. അതല്ല ഇവിടുത്തെ അർത്ഥം. അങ്ങനെ ആരും ചെയ്തിട്ടുമില്ല. ये हम विश्वास के साथ कोई भी हमको पसंद आता है वो पाने के बाद लिखा नहीं है। സ്വാർത്ഥ മോഹങ്ങളും സ്വപ്നങ്ങളും നേടുവാനുള്ള ഒരു കാര്യമല്ല ഈ വചനത്തിൽ खुद का सोच या खुद का सपना को मिलने के लिए एक पहाड़ नहीं है, वचन नहीं है इधर। സെരുബ്ബാബേലിനോട് ദൈവം പറയുകയാണ് സെഖര്യാ പ്രവാചകനിലൂടെ, जकरिया नबी के द्वारा जरुब्बाबेल से परमेश्वर ने बोला, ദൈവാലയത്തിന്റെ പണിക്ക് നേരെ വിപരീതമായിട്ട് എതിർ നിൽക്കുന്ന ശക്തികളെ ഒരു മലയോട് ഉപമിച്ചുകൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്. परमेश्वर का मंदिर का काम के बीच में एक रुकावट के समान खड़ा होने वाला एक पहाड़ के बारे में സെരുബ്ബാബേലേ, നിന്റെ മുൻപിലുള്ള മല സമഭൂമിയാകും. जरुब्बाबेल तेरे सामने का पहाड़ एक समान जगह पर ദൈവപ്രവൃത്തികൾക്കെതിരെ നിൽക്കുന്ന തടസ്സങ്ങളാണ് ഈ മല, അത് സമഭൂമിയാകും എന്ന് പറയുകയാണ്. परमेश्वर का काम की विरोध या रुकावट के समान खड़ा होने वाला एक पहाड़ एक अलग जगह बन जाएगा करके लिखा है। പക്ഷേ ഇവിടെ ദൈവാലയം തന്നെ ദൈവപ്രവൃത്തികൾക്ക് എതിരായി നിൽക്കുന്ന ഒരു മലയായി വരുമ്പോൾ അതിന് വിശുദ്ധ നഗരം എന്നെല്ലാം പേരുണ്ട്. പക്ഷേ ദൈവം ഈ മലയെ സമഭൂമിയാക്കും. अभी परमेश्वर का काम का विरोध करने होने वाला जो पहाड़ है, ये जो परमेश्वर का मंदिर या विशुद्ध जगह करके नाम है, लेकिन परमेश्वर का विशुद्ध विरोधी है तो उसका काम अलग होगा। മർക്കോസ് 13:1 കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇതിനെ എറിയുമെന്നാണ് പറയുന്നത്. मरकुस 13 का पहले वचन में लिखा है पत्थर पर पत्थर भी ना बचा होगा करके लिखा है। വെളിപ്പാട് പുസ്തകം 8:8 ദൈവജനത്തെ പീഡിപ്പിക്കുന്ന റോമിനെതിരെ വരുന്ന ന്യായവിധിയും ഇതേ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പർവ്വതം, അത് കത്തുന്ന പർവ്വതം കടലിലേക്ക് എറിയുന്ന ഒരു ചിത്രം. प्रकाशित वाक्य में परमेश्वर का काम को रोकने वाला एक पहाड़ के बारे में लिखा है। एक पर्वत है वो जल रहा है, उसका समुद्र में फेंका जाएगा। ഈ വിശ്വാസം സ്വാർത്ഥ മോഹങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ സാധിക്കുവാനുള്ള വിശ്വാസമല്ല. इस विश्वास खुद का सोच या हमारा पसंदीदा बातों को पूरा करने का विश्वास नहीं है। ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ നിൽക്കുവാൻ തടസ്സമായ മലകളെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം അതിനെ പിഴുത് കടലിൽ എറിയുവാൻ ശക്തനാണ്. हमारा परमेश्वर का काम को रोकने वाला ये पहाड़ या कुछ बातें, हमारा आत्मिक रूप को जो रोकने वाला बातों को विश्वास के साथ समुद्र में जाने के लिए बोले तो वो वहां से हट जाएगा। ദൈവത്തിന്റെ ഒരു വാക്കിനെ അത്തിവേരോടെ ഉണങ്ങിയതുപോലെ നമ്മുടെ മുൻപിൽ തടസ്സമായി ഫലമില്ലാതെ നിൽക്കുന്നത് അത് വേരോടെ ഉണങ്ങിപ്പോകും. परमेश्वर का एक ही बात पर अंजीर का पेड़ जड़ के साथ सूख गया तो हमारा सामने ऐसा वाला कुछ चीज है तो हम बोलने से वो पूरा सूख जाएगा। ഇലകൾ നിറഞ്ഞ മരം ഫലമില്ല. ഇത് ഇസ്രായേലാണ്. ये पत्तों से भरा है ये पेड़, ये फल नहीं है, वो इस्राएल है। അവരുടെ കപടഭക്തി കാണിക്കുകയാണ്. കണ്ടാൽ തോന്നും ഫലം നിറഞ്ഞിരിക്കുകയാണ്. ये झूठा भक्ति को दिखा रहा है, देखा तो फल है करके सोचाएगा, लेकिन इसमें फल नहीं है। ഇത് പ്രധാനമായ ഒരു മത നേതൃത്വമാണ്. വെള്ള തേച്ച ശവക്കല്ലറ. ये विशेष रूप से वो धर्म के कुछ अगुवाई का लोगों के बारे में बताया है। ദൈവം പറയാണ്, നിന്നിൽ ഒരു നാളും ഫലമില്ലാതെ പോകട്ടെ. ന്യായവിധി. तुम में कोई कहीं भी फल ना होगा, ये न्याय विधि की बात है। ദൈവജനത്തോടുള്ള അവസാന സന്ദേശം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. परमेश्वर के लोगों के लिए अंतिम संदेश देते हुए मैं समाप्त करता हूँ। ദൈവ പദ്ധതികൾക്ക്, നമ്മൾ ദൈവത്തിൽ മുന്നേറുവാൻ തടസ്സമായി നിൽക്കുന്ന ആ മലകൾ, അതിനെതിരെയുള്ള ഒറ്റയായുധം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ മലകളെ കടലിൽ എറിയുവാൻ ശക്തനാണ്. परमेश्वर का काम को रोकने वाला कोई भी चीज होगा, विश्वास के साथ उसको हटाने के लिए हम सोच रखा तो या विश्वास के साथ प्रार्थना में बोला तो वो वैसा ही समुद्र में गिर जाएगा। നമ്മുടെ ഇഷ്ടങ്ങൾ നേടുവാനുള്ള ഒരു വാക്യമല്ല ഇത്. हमारा सोच विचार को पूरा करने का एक वचन नहीं है ये। ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് നമ്മൾ തന്നെയാണ് തടസ്സമാക്കുന്നതെങ്കിൽ മടങ്ങി വരുവാനുള്ള ഒരു സന്ദേശമാണ്. മല വലിച്ചെറിഞ്ഞതുപോലെ നമ്മളും വലിച്ചെറിയപ്പെടും. परमेश्वर का काम के लिए एक रुकावट हम खुद है तो भी हम उसको निकालने का एक पहाड़ निकालने के समय सामान निकालने का है। ഈ ദൈവപ്രവൃത്തികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തിന്റെ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തടസ്സമായി നിൽക്കുന്ന, വഴിമുടക്കി നിൽക്കുന്ന മല പോലെയുള്ള പ്രശ്നങ്ങൾ അത് വേരോടെ പിഴുത് കടലിൽ പോകും. എങ്ങനെ? വിശ്വാസത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കീഴടങ്ങുമെങ്കിൽ അത് സംഭവിക്കും. हम विश्वास के साथ परमेश्वर के चरणों में समर्पण हुआ
बात हो, पर हमारा सामने रोकने वाला कोई भी चीज होगा वो पहाड़ी के समान वो जाकर समुद्र में गिर जाएगा। അവൻ ഫലം അന്വേഷിച്ച് വരുമ്പോൾ നമ്മളിൽ ഫലം കാണട്ടെ. जब वो फल ढूंढ के आएगा हम में फल होने का है। എന്തിനു വേണ്ടി നമ്മളെ നിർത്തിയിരിക്കുന്നു അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. क्यों हमको खड़ा किया है वही हमारा लक्ष्य होने का है। മാനസാന്തരത്തോടെ മടങ്ങി വരവിന്റെ ഒരു ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തിയിരിക്കുന്നു. मन फिरा होकर मन वापस आने का एक सोच के साथ हम परमेश्वर के हुजूरी में नम्र होकर बने रहेंगे। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमको मदद करने पाए. നമുക്ക് ഒരു പാട്ട് പാടി നമുക്ക് സ്വതന്ത്രമായി എടുത്തതിന് ശേഷം നമുക്ക് പ്രാർത്ഥിച്ച ഈ കൂട്ടായ്മ നമുക്ക് അവസാനിപ്പിക്കാം.